Good afternoon. Good afternoon. Okay, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ. Good afternoon, ma'am. Happy New Year. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും പെട്ടെന്ന് തന്നെ കയറാട്ടോ ക്ലാസ്സിൽ. കുറച്ച് വളരെ കുറവാണല്ലോ. ഇന്നലത്തെ ന്യൂ ഇയർ ഹാൻഡ് ഓവറിൽ ഇരിക്കാണോ? ന്യൂ ഇയർ സെലിബ്രേഷൻ ഹാൻഡ് ഓവറിൽ ഇരിക്കാണല്ലോ അവര്. കുട്ടികളൊക്കെ കുറവാണല്ലോ. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ. ശ്രീലക്ഷ്മി ഇങ്ങനെ ഉണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തു എന്നല്ലേ? ന്യൂ ഇയർ എല്ലാവരും ആഘോഷിച്ചിരുന്നു. ആരും ന്യൂ ഇയർ ആഘോഷിച്ചില്ല ഇന്നലെ രാത്രി? ആഘോഷിച്ചു മാം. ആഘോഷിച്ചോ? ഇല്ല 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 ഇല്ല. ഞാൻ ഇല്ലേ തന്നെ പ്രത്യേകിച്ച് ആഘോഷിച്ചൊന്നുമില്ല. ശരി, പെട്ടെന്ന് തന്നെ കയറാട്ടോ ക്ലാസ്സിൽ. എല്ലാവരും കുറച്ച് കുട്ടികളേ ഉള്ളൂ ക്ലാസ്സില്. ആണോ അതിന് കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ? ഓ നൈസ്. ശരി, അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം കേട്ടോ. ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാണ് കേട്ടോ. ഓൾ മ്യൂട്ട് കൊടുക്കാണ്. അതെ അതെ, 3 മണി വരെ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ല അല്ലേ, ഇന്ന് 3 മണി വരെ ക്ലാസ് ഉള്ളൂ കേട്ടോ. 3 മണി വരെ ഉള്ളൂ. അതിന് മിസ് ലീവാണ്, മിസ്സിന് വയ്യ. അതാണ് കേട്ടോ, മിസ് ലീവാണ്. അപ്പൊ 1.5 മണിക്കൂർ ക്ലാസ് ഉണ്ടായിരിക്കുള്ളൂ. 3 മണിക്ക് ക്ലാസ് അവസാനിക്കും കേട്ടോ. ഓക്കെ, പിന്നെന്താണ്? എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി ന്യൂ ഇയർ പറയാണ്. നമ്മുടെ പുതിയൊരു വർഷത്തിലെ ഫസ്റ്റ് ഡേ ആണ് അല്ലെ ഇന്ന്. അപ്പൊ നിങ്ങള് എന്താ പറയാ, ഈ വർഷം നല്ലതൊക്കെ വരട്ടെ എല്ലാവർക്കും അല്ലെ. എന്തൊക്കെയാണ് ഈ വർഷം നമ്മളെ കാത്തിരിക്കണേന്ന് നമുക്ക് അറിയുന്നല്ലേ. എന്തായാലും നല്ലതാവട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം, പ്രാർത്ഥിക്കാം. നിങ്ങൾ കുറെ തീരുമാനങ്ങളൊക്കെ ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവും അല്ലെ, ന്യൂ ഇയർ ഒക്കെ ആയിട്ട്. നമ്മളെന്നും അങ്ങനെ വിചാരിക്കാറുണ്ടല്ലോ, ഓരോ വർഷം കഴിഞ്ഞിട്ട് പുതിയ വർഷത്തിലോട്ട് കടക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനൊക്കെ ആഗ്രഹിക്കും അല്ലെ. അങ്ങനെയൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കാം ചിലവരൊക്കെ. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം ക്ലാസ്. അപ്പോ നമുക്ക് പതുക്കെ ഇങ്ങനെ ക്ലാസ് എടുത്തു പോകട്ടെ. കുറച്ച് ബുദ്ധിമുട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം കേട്ടോ. ഇന്ന് മുൻ വർഷത്തിൽ പല ക്വസ്റ്റ്യൻസുകളൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ. അപ്പൊ നമുക്ക് അതൊന്നും സ്കിപ്പ് ചെയ്യരുത്. നല്ല രീതിയിൽ മനസ്സിലാക്കി പറ്റാവുന്നവര് ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചു പോവാം കേട്ടോ. ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ പഠിച്ചു പോകാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ്. നിങ്ങൾക്ക് പിന്നെ അതിന് വേണ്ടിയിട്ട് അഡീഷണൽ ഒരു ടൈം കണ്ടെത്തേണ്ടി വരും. ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് ശ്രമിക്കാം കേട്ടോ, ശ്രദ്ധിക്കാം. പിന്നെ നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം നമ്മള് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം അല്ലെ, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു പുതിയൊരു ചാപ്റ്റർ ആണ് നമ്മൾ തുടങ്ങിയത്. അയ്യോ, നോട്ട് കാണുന്നില്ലേ? ഷെയർ ചെയ്തിട്ടില്ല. ഇപ്പൊ കാണുന്നില്ലേ? ഓക്കെ, പെട്ടെന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് അതിനെ പറ്റിയത്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിനെ പറ്റിയാണ് നമ്മൾ തുടങ്ങി വെച്ചത് അല്ലെ. അപ്പോ മെഡിക്കൽ ഗ്യാസ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. പിന്നെ ഒരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ പ്രാധാന്യം അല്ലെ, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ പഠിച്ചത് എന്താ, മെഡിക്കൽ ഗ്യാസുകൾ എവിടെയൊക്കെയാണ് ഹോസ്പിറ്റലിൽ ഉപയോഗപ്പെടുത്തുന്നത് അല്ലെ. ഒരു ഹോസ്പിറ്റലിലെ ഏതെല്ലാം ഏരിയകളിലാണ് നമ്മൾ മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗിക്കുന്നത്? ഓർമ്മയുണ്ടോ നിങ്ങൾക്കത്? എവിടെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? പേഷ്യന്റ് റൂംസിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. പിന്നെ എവിടെയാണ്? റിക്കവറി റൂംസിൽ ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ഇന്റർവെൻഷണൽ ഏരിയാസിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എവിടെ ഉപയോഗിക്കുന്നത്? എവിടെയാണ്? ഒബ്സ്ട്രക്റ്റീവ്സ് ആൻഡ് ഗൈനക്കോളജിക്കൽ വാർഡ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. ICUവിൽ ഉപയോഗിക്കുന്നുണ്ട്. ജനറൽ വാർഡുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് കേട്ടോ, എവിടെയൊക്കെയാണ് മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം നമ്മൾ പഠിക്കുമ്പോൾ അതിന് പ്രധാനമായിട്ടും ആ ഒരു 2 സിസ്റ്റങ്ങൾ കൂടി ചേർന്നതാണ് സെൻട്രലൈസ്ഡ്
മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. ഏതൊക്കെയാണ് രണ്ട് സിസ്റ്റത്തെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്? വാക്വം സിസ്റ്റം ആണ്. രണ്ടാമത്തെ എന്തായിരുന്നു? വേസ്റ്റ് അനസ്തെറ്റിക് ഗ്യാസ് ഡിസ്പോസൽ സിസ്റ്റം അല്ലെ? അങ്ങനെ രണ്ട് സിസ്റ്റങ്ങൾ കൂടിയതാണ് എന്ത്? സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. പിന്നെ നമ്മൾ കണ്ടത് പ്രധാനപ്പെട്ട മെഡിക്കൽ വാതകങ്ങൾ ഏതൊക്കെയാണ് അല്ലെ? 7 എണ്ണം നമ്മൾ പഠിച്ച 7 വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓരോ ഗ്യാസും ഓരോ മെഡിക്കൽ ഗ്യാസും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നത്? അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് മെഡിക്കൽ എയർ ആണ് പഠിച്ചത്. മെഡിക്കൽ എയറിനെ പറ്റി നമ്മൾ പറഞ്ഞത് ഒരു കംപ്രസ്ഡ് എയർ ആണ്. അതിനകത്ത് മറ്റ് കണ്ടാമിനൻസോ പാർട്ടിക്കിൾസോ ഒന്നും ഉണ്ടായിരിക്കില്ല. അത് ഡ്രൈ ചെയ്തിട്ടായിരിക്കും നമ്മളൊരു പൈപ്പ് ലൈനിലൂടെ സപ്ലൈ ചെയ്യുന്നത് അല്ലെ? കൂടുതലും എവിടെ ഉപയോഗിക്കുന്നത്? ഓപ്പറേറ്റിംഗ് റൂമിൽ അല്ലെ? അതായത് ഓപ്പറേഷൻ തിയേറ്ററുകളിലാണ് നമ്മളത് കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത്. അത് എന്താന്ന് വെച്ചാല് പേഷ്യന്റിന്റെ കംഫർട്ടിന് വേണ്ടിയിട്ട്, അവർക്ക് നല്ല രീതിയിൽ ബ്രീത്ത് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർജൻസുകൾ എവിടെ ഉപയോഗിക്കുന്നുണ്ട്? ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത് മെഡിക്കൽ എയർ അല്ലെ? അപ്പൊ മെഡിക്കൽ എയർ പഠിച്ചു. പിന്നെ ഓക്സിജൻ നമ്മൾ എന്താ പഠിച്ചത്? നമ്മുടെ ശ്വസന വാതകമാണ് അല്ലെ? റീസസിറ്റേഷനും അത് തന്നെ. ഇൻഹേലേഷൻ കറക്റ്റ് ആണ് കേട്ടോ. ജസ്റ്റ് ആദ്യം കറക്റ്റ് ആണ്. അപ്പം നമ്മൾ എന്താണ്? ഇൻഹേലേഷൻ തെറാപ്പി, അതുപോലെ തന്നെ റീസസിറ്റേഷന്, ഇതിനൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു മെഡിക്കൽ ഗ്യാസ് ആണ് ഓക്സിജൻ എന്ന് പറയുന്നത്. പിന്നെ ചില അവസ്ഥകൾ നമ്മൾ പറഞ്ഞു, COPD, ഷോക്ക്, സയനോസിസ്, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഇൻഹേലേഷൻ ഓക്സിജൻ തെറാപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വാതകം ഉപയോഗിക്കുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്? ഇൻസുഫ്ലേറ്റിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു അല്ലെ? ലെസ് എക്സ്പെൻസീവ് സർജറിയില് ഇൻസുഫ്ലേറ്റിംഗ് ഏജന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇതൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? ലാപ്രോസ്കോപ്പി ചെയ്ത് എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യുമ്പോൾ അത് തന്നെ ഇൻവെസീവ്, ലെസ് ഇൻവെസീവ് സർജറികൾ, വലിയ ഇൻവെസീവ് അല്ല, ലെസ് ഇൻവെസീവ് ആയിട്ടുള്ള സർജറി, ലാപ്രോസ്കോപ്പി, എൻഡോസ്കോപ്പി, താരോസ്കോപ്പി, അങ്ങനെയുള്ള സർജറികളിലൊക്കെ ഉൾഭാഗം ഇൻഫ്ലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? ഇൻഫ്ലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഇൻസുഫ്ലേറ്റിംഗ് ഏജന്റ് എന്ന് പറഞ്ഞത് അല്ലെ? അതിനു വേണ്ടി കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അനസ്തേഷ്യക്ക് ശേഷം ഒരു റെസ്പിറേറ്ററി സ്റ്റിമുലേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ഏത് വാതകമാണ് ഉപയോഗിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞത് ലിക്വിഡ് നൈട്രജനെ പറ്റിയാണ്. നൈട്രജൻ ആണ് നമ്മൾ കൂടുതൽ പോയിന്റ് പറഞ്ഞത് അല്ലെ? 4 പോയിന്റ് നമ്മൾ അതിനകത്ത് പറഞ്ഞു. ഓർക്കുന്നുണ്ട് നിങ്ങളത്? ക്രയോ സർജറി ഉപയോഗിച്ച് അബ്നോർമൽ ടിഷ്യൂസ്, ക്യാൻസർ സെല്ലുകള്, പിന്നെ സ്കിൻ ലെഷൻസ് അല്ലെ? ഈ സ്കിന്നിൽ ഉണ്ടാകുന്ന ചില പാടുകള്, ക്ഷതങ്ങള്, അരിപ്പാറ പോലുള്ള അങ്ങനെയുള്ളതൊക്കെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. നൈട്രജൻ ഗ്യാസ് മീൻസ് ലിക്വിഡ് നൈട്രജൻ ആണ് കേട്ടോ അവിടെ ഉപയോഗിക്കുന്നത്. പ്രത്യേകം മനസ്സിലാക്കാം. ഗ്യാസ് ഫോമിലല്ല, ലിക്വിഡ് ഫോമിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊരു പോയിന്റ് പറഞ്ഞു. രണ്ടാമത് നമ്മൾ പറഞ്ഞു ബ്ലഡ്, ടിഷ്യൂ, സെല്ലുകള്, അത്തരം സാമ്പിളുകളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ഓക്സിഡേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ക്രയോജനിക് താപനിലയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും നൈട്രജൻ ഗ്യാസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ക്രയോ സർജറി എന്താണെന്നും ക്രയോജനിക് ടെമ്പറേച്ചർ എന്താണെന്നൊക്കെ നമ്മളോട് പറഞ്ഞു. ഏറ്റവും താഴ്ന്ന ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ക്രയോജനിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത് നൈട്രജൻ പിന്നെ നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്? വായു ഇല്ലാത്ത സ്ഥലങ്ങളിൽ, ഇൻസ്ട്രുമെന്റ് എയർ ഇല്ലാത്ത സ്ഥലങ്ങളില് പവർ ടൂൾസുകള്. അതുപോലെ ലാഫിംഗ് ഗ്യാസ് എന്ന് പറഞ്ഞ നൈട്രസ് ഓക്സൈഡ് ആണ് കേട്ടോ. നമ്മൾ പറയുന്നത് നൈട്രജന്റെ യൂസസ് ആണ് പറയുന്നത്. ലിക്വിഡ് നൈട്രജൻ പഠിച്ചില്ലേ? അതിന്റെ യൂസസ് ആണ് കേട്ടോ പറയുന്നത്. പിന്നെ നമ്മൾ മൂന്നാമത് പറഞ്ഞു ഇൻസ്ട്രുമെന്റ് എയർ ഇല്ലാത്ത സ്ഥലങ്ങളില് എന്താണ് പവർ ടൂൾസ് പ്രവർത്തിക്കാനായിട്ടും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൾമണറി ഫങ്ഷൻ ടെസ്റ്റിൽ അല്ലെ? ശ്വാസകോശ പരിശോധനയില് വാതക മിശ്രിതങ്ങളോടൊപ്പം നമ്മൾ നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ 4 ഉപയോഗങ്ങളാണ് നൈട്രജന് നമ്മൾ പഠിച്ചത്. പിന്നെ ജിസ്ന പറഞ്ഞത് നൈട്രസ് ഓക്സൈഡ് ആണ്. അത് ലാഫിംഗ് ഗ്യാസ് എന്നാണ് അറിയപ്പെടുന്നത്. ചിരിപ്പിക്കുന്ന വാതകമാണ്. എവിടെയൊക്കെ അത് ഉപയോഗിക്കുന്നത്? അനസ്തെറ്റിക് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അനാൽജസിക് ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ കൂടുതൽ എവിടെയായിരിക്കും അത് ഉപയോഗിക്കുന്നുണ്ടാവാം? ഓപ്പറേഷൻ തിയേറ്ററിൽ അല്ലെ? അനസ്തേഷ്യ കൊടുക്കുന്നതും അനാൽജസിക് ഒക്കെ കൂടുതലും നമുക്ക് എവിടെ യൂസ് വരുന്നത്? ഓപ്പറേഷൻ തിയേറ്റർ, സർജറി തന്നെ, സർജിക്കൽ സർജറി അല്ലെ? ഇത് പറഞ്ഞ ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കും കൂടുതൽ ആ ഒരു വാതകം ഉപയോഗിക്കുന്നുണ്ട്. അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് വാക്വം ആണ്. ശരിക്കും വാക്വം എന്ന് പറയുന്ന സാങ്കേതികമായിട്ട് അതൊരു മെഡിക്കൽ വാതകമൊന്നും അല്ല. എങ്കിൽ കൂടിയും എന്താണ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നതാണ്
വാക്വം എന്ന് പറയുന്നത് അല്ലെ. വാക്വം എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്? പേഷ്യന്റ് ട്രെയിനിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിന് ഉപയോഗിക്കുന്നത് ആസ്പിറേഷൻ ആൻഡ് സക്ഷന് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. പിന്നെ നമ്മൾ പറഞ്ഞു അതിപ്പോഴും നെഗറ്റീവ് പ്രഷർ ഒരു ഏകദേശം ഒരു 75 കിലോ പാസ്കൽ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ വാക്വം ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത്രയും പോയിന്റ് അതിനകത്ത് പറഞ്ഞുള്ളൂ. പിന്നെ നമ്മൾ കംപ്രസ്ഡ് എയർ പറ്റി പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മെഡിക്കൽ എയറും അതും തമ്മിലുള്ളൊരു ചെറിയൊരു വ്യത്യാസം എന്താണെന്നുള്ളത്. കംപ്രസ്ഡ് എയർ എന്ന് പറയുമ്പോൾ ജനറൽ പർപ്പസിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. എന്താ വെച്ചാൽ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം, നോൺ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. അത് മെഡിക്കൽ എയറും എന്ന് പറയുന്നത് കംപ്രസ്ഡ് എയർ തന്നെയാണ്. പക്ഷെ അതിന്റെ സ്ഥലം പ്യൂരിഫൈഡ് ആയിരിക്കണം എന്നില്ല കേട്ടോ. ഇവിടെ ഉപയോഗിക്കുന്ന കംപ്രസ്ഡ് എയർ അതെ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ പർപ്പസിന് നമുക്ക് ഉപയോഗിക്കാം. ഇൻഡസ്ട്രിയൽ, കമേഴ്സ്യൽ, റെസിഡൻഷ്യൽ പർപ്പസിനൊക്കെ ഉപയോഗിക്കാം. പിന്നെ മെഡിക്കൽ ആവശ്യങ്ങളെങ്കിൽ ലബോറട്ടറി വർക്കിൽ ഉപയോഗിക്കുന്നുണ്ട്. അനസ്തെറ്റിക് എന്താ പറയാ, വേറെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പവറിങ്, സർജിക്കൽ ടൂൾസ് പവർ ചെയ്യാൻ ഇൻഹേലേഷൻ തെറാപ്പിയിലുണ്ട് കംപ്രസ്ഡ് എയർ ഉപയോഗിക്കും. ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം നമ്മൾ തുടങ്ങി വെച്ചു. അപ്പൊ അതൊന്നും കൂടെ നമുക്ക് പറഞ്ഞു തന്നെ തുടങ്ങാം. കാര്യം അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, ഇമ്പോർട്ടന്റും ആണ്. അതുകൊണ്ടാണ് കേട്ടോ. ഈ ഒരു ചിത്രം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു ചിത്രം നിങ്ങളോട് നോക്കാൻ പറഞ്ഞിരുന്നു. ഇതിനകത്ത് നമുക്ക് കാണാം ഒരു സോഴ്സ് നമുക്ക് കാണാം. ഇതിനെ നമ്മൾ മാനിഫോൾഡ് സിസ്റ്റം എന്നാണ് പറയാ അല്ലെ. പ്രത്യേകം എന്താണ് സജ്ജീകരിച്ച് വാതകങ്ങൾ ശേഖരിച്ച് വെക്കുന്ന ഈ ഒരു സ്ഥലമാണ് മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ എന്ന് പറയുമ്പോൾ വ്യത്യസ്ത വാതകങ്ങൾ അടങ്ങിയ സിലിണ്ടറുകൾ കാണാൻ നമുക്ക് പറ്റും അല്ലെ. സിലിണ്ടറുകള് അതുപോലെ തന്നെ എന്താണ് ഗ്യാസ് പൈപ്പിലായിട്ട് കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോൾ പാനലുകൾ. ഇവിടെ ഒരു കൺട്രോൾ പാനൽ ഉണ്ട് കേട്ടോ. കൺട്രോൾ പാനൽസ്, പ്രഷർ റെഗുലേറ്റർ. ഒരു പ്രഷർ നമുക്ക് കൺസിസ്റ്റന്റ് പ്രഷർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം ഗ്യാസ് നമ്മൾ സപ്ലൈ ചെയ്യാനായിട്ട്. അപ്പൊ പ്രഷർ റെഗുലേറ്ററുകളുണ്ട്. അതുപോലെ തന്നെ മോണിറ്ററുകൾ. ഇവയെല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഏരിയനെയാണ് നമ്മൾ മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത്രയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നമുക്ക് ഓർമ്മയുണ്ടോ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന് പ്രധാനമായിട്ടും 6 കമ്പോണൻസുകളാണ് വരുന്നത് കേട്ടോ. ഇതൊക്കെയാണ് 6 കമ്പോണൻസ്. ഒന്ന് സോഴ്സ് ആണ് അല്ലെ. സോഴ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ സോഴ്സ് ഓഫ് സപ്ലൈ അല്ലെ, വിതരണ സ്രോതസ്സാണ്. നമ്മളിപ്പോ ചിത്രത്തിൽ നമ്മൾ കണ്ടപ്പോ ഒരു ടാങ്ക് ഇവിടെ കാണാം. അതാണ് അവിടുത്തെ സോഴ്സ് ഓഫ് സപ്ലൈ. അപ്പൊ ഒരു ടാങ്കേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഒന്നിലധികം ടാങ്കുകൾ ഉണ്ടായിരിക്കും. ചിത്രത്തിൽ ഒരു ടാങ്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, പക്ഷെ ഒന്നിലധികം ടാങ്കുകൾ ഉണ്ടായിരിക്കും. ഓക്കെ. പിന്നെ നമ്മൾ രണ്ടാമത്തെ കമ്പോണന്റ് എന്താണ് പറഞ്ഞത്? പൈപ്പിംഗ് നെറ്റ്വർക്ക്സ്. അതെ, വെരി കറക്റ്റ് അംസ. പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ അല്ലെ. പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ. മൂന്നാമത്തെ എന്താണ്? പൈപ്പിംഗ് നെറ്റ്വർക്ക് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് അല്ലെ. വിതരണ സംവിധാനം. അപ്പൊ നിങ്ങളോട് ചോദിക്കാണ് which is the distribution facility in the centralized medical gas system. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിലെ ഡിസ്ട്രിബ്യൂഷൻ സംവിധാനം എന്താണ്? എന്താണ് ഡിസ്ട്രിബ്യൂഷൻ സംവിധാനം? പൈപ്പിംഗ് നെറ്റ്വർക്ക് ആണ് അല്ലെ. പൈപ്പിംഗ് നെറ്റ്വർക്ക് ആണ് അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ സംവിധാനം അല്ലെ. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ബ്രാക്കറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാം കേട്ടോ. അതുപോലെ വാൽസ്. വാൽവ് എന്തിനാ ഉപയോഗിക്കുന്നത്? ടു കൺട്രോൾ ദ മെത്തേഡ്. അതന്നെ കൺട്രോൾ മെത്തേഡ് എന്ന് വെച്ചാൽ ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് ഗ്യാസ് അല്ലെ. ഗ്യാസിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വാൽവുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതാണ് മൂന്നാമത്തെ കമ്പോണന്റ്. നാലാമത്തെ എന്താ നമ്മൾ പറഞ്ഞത്? വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റംസ് അല്ലെ. മുന്നറിയിപ്പ് അലാം സംവിധാനം. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ മോണിറ്ററിംഗ് അല്ലെ. നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. ഗ്യാസ് ഫ്ലോ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ, എന്തെങ്കിലും ലീക്കേജ് എന്തെങ്കിലും വരുന്നുണ്ടോ, മറ്റെന്തെങ്കിലും മാൽ ഫങ്ഷനിങ് ഒക്കെ ഉണ്ടാകുന്നുണ്ടോ, അങ്ങനെയുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എന്ത് വേണം നമുക്ക്? മുന്നറിയിപ്പ്, വാർണിംഗ് അലാംസുകൾ അവിടെ ഉണ്ടായിരിക്കണം. അലാം സിസ്റ്റംസ് ഉണ്ടായിരിക്കണം. പിന്നെ അഞ്ചാമത്തെ എന്താണ്? ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ്സ്. ഔട്ട്ലെറ്റും ഇൻലെറ്റ് എന്തിനാ ഉപയോഗിക്കുന്നത്? ടു സപ്ലൈ ദ ഗ്യാസ് അല്ലെ. ഗ്യാസ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പേഷ്യന്റിലേക്ക് എത്തിക്കുന്നത് അല്ലെ, പേഷ്യന്റിനെ എത്തിക്കുന്നത്, സപ്ലൈ ചെയ്യുന്നതിനായിട്ട് എന്ത് വേണം? ഇൻലെറ്റ്സും ഔട്ട്ലെറ്റ്സും സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം അല്ലെ. വെറുതെ പൈപ്പ് മാത്രം വെച്ച് പൈപ്പിംഗ് നെറ്റ്വർക്കിലൂടെ എത്തിക്കാൻ പറ്റും? ഇല്ല. അതിന് എന്ത് വേണം? ഇൻലെറ്റും ഔട്ട്ലെറ്റും ഒക്കെ ഘടിപ്പിച്ചിരിക്കണം അല്ലെ. അത് വഴിയായിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഗ്യാസിന് സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ആറാമത്തെ കമ്പോണന്റ് നമ്മൾ എന്താ പറഞ്ഞത്? സെക്കൻഡറി എക്യുപ്മെന്റ്. അതെ, ദ്വിതീയ ഉപകരണങ്ങൾ അല്ലെ. പുറത്ത് നോക്കി ഏതൊക്കെ 6 കമ്പോണന്റ് നിങ്ങളൊന്ന് റീകളക്ട് ചെയ്ത് എന്തൊക്കെയാണ്? സോഴ്സ് ഓഫ് സപ്ലൈ, രണ്ടാമത്തത് പൈപ്പിംഗ് നെറ്റ്വർക്ക്സ്, മൂന്നാമത്തെ എന്തായിരുന്നു? വാൽവുകൾ അല്ലെ. കൺട്രോൾ ചെയ്യാൻ, ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വാൽവുകൾ ഉണ്ട്. പിന്നെ വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റം. ഇതിന് വേണ്ടിയിട്ടാണ്
ഫോർ മോണിറ്ററിങ് അല്ലെ, മോണിറ്റർ ചെയ്യാനായിട്ട്. പിന്നെ എന്താ നമ്മൾ പഠിച്ചത്? ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ്സ്, അഞ്ചാമത്തെ കമ്പോണന്റ് അല്ലെ, ടു സപ്ലൈ ദ ഗ്യാസസ്. ആറാമത്തെ കമ്പോണന്റ് എന്താണ്? സെക്കൻഡറി. 6 കമ്പോണന്റുകളാണ് അതിനകത്ത് വരുന്നത്. ക്ലിയർ? അപ്പൊ നമ്മൾ ആദ്യത്തെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതുകൂടെ പറയാണ്. സോഴ്സസ് അല്ലെ, എന്താണ് നമ്മൾ സോഴ്സ്? ചിത്രം നോക്കി, ഇതാണ് നമ്മുടെ സോഴ്സ് അല്ലെ. ഇതൊരു ടാങ്ക് ആവാം, അല്ലെങ്കിൽ ഒരു ജനറേറ്റർ ആയിരിക്കാം. ഇതിന്റെ തന്നെ ഭാഗമായിട്ട് വരുന്നതാണ് എന്ത്? മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. സോഴ്സസ് ആർ ദ റിസോഴ്സസ് ദാറ്റ് ജനറേറ്റ് ദ ഫ്ലോ ഓഫ് മെഡിക്കൽ ഗ്യാസസ് ത്രൂ പൈപ്പിംഗ് നെറ്റ്വർക്ക്സ് ലൈക്ക് മാനിഫോൾഡ് സിസ്റ്റംസ്. അതായത് മാനിഫോൾഡ് സിസ്റ്റം പോലുള്ള പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചിട്ട് മെഡിക്കൽ ഗ്യാസ് വിതരണം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ റിസർവോയറുകൾ അല്ലെങ്കിൽ ആ ജനറേറ്ററുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഴ്സസ്. മെഡിക്കൽ സോഴ്സസ് അഥവാ സിംപ്ലി നമുക്ക് എന്ത് പറയാം? സോഴ്സസ് എന്ന് പറയാം അല്ലെ. എന്താണ്? മാനിഫോൾഡ് പോലെയുള്ള മാനിഫോൾഡ് സിസ്റ്റം പോലുള്ള പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മെഡിക്കൽ ഗ്യാസ് സപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ റിസർവോയറുകൾ അല്ലെ, ആ റിസർവുകള് ഇപ്പൊ ടാങ്ക് ആവാം അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ജനറേറ്റർ ആയിരിക്കാം. അപ്പൊ അത്തരം സംവിധാനങ്ങളെയാണ് നമ്മൾ സോഴ്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെ, ഇതര അതായത് ചിത്രത്തിൽ കാണുകയാണെങ്കിൽ കണ്ടോ, ഇതാണ് ഒരു ടാങ്കിന്റെ രൂപത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്. ചിലതൊരു ജനറേറ്റർ രൂപത്തിലായിരിക്കാം. ഇതിനെയാണ് നമ്മുടെ സോഴ്സ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. അതിന്റെ തന്നെ ഭാഗമാണ് എന്ത്? മാനിഫോൾഡ് സിസ്റ്റം. നമുക്ക് വായിക്കാം. മാനിഫോൾഡ് സിസ്റ്റംസ്. ഇറ്റ് കണ്ടെയ്ൻസ് ഹൈ പ്രഷർ സിലിണ്ടേഴ്സ് ഓൺ 2 പാൻസ്. വൺ ഈസ് എ ബാക്കപ്പ് ടു ദ അതർ. അതായത് സാധാരണയായിട്ട് മാനിഫോൾഡ് സിസ്റ്റത്തില് നമ്മൾ 2 ബാങ്ക്സിലായിട്ട്, ബാക്കപ്പ് വെച്ചിട്ട് 2 സിസ്റ്റം എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. 2 സിസ്റ്റത്തിലായിട്ട്, 2 ബാങ്ക്സുകളിലായിട്ട് ഹൈ പ്രഷർ ഉള്ള സിലിണ്ടറുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്. ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് ഉണ്ടാവും. ഈ 2 എണ്ണം വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലെ. ഈ 2 എണ്ണം വീതമായിട്ടാണ് സിലിണ്ടറുകൾ നമുക്ക് കാണാം. 1, 2 ഇത് രണ്ടും ഒരുമിച്ച് അല്ലെ, 2 സിലിണ്ടറുകൾ ഒരുമിച്ചാണ് കണ്ടോ. 1, 2 ഇവിടെ എല്ലായിടത്തും ഈ 2 എണ്ണം വെച്ചിട്ടുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. അപ്പൊ എന്താണത്? 2 ബാങ്കുകളിലാണ്, 2 സിസ്റ്റം ആയിട്ടാണ്. ഇതൊരു സിസ്റ്റം, ഇതൊരു സിസ്റ്റം, ഇത് രണ്ടാമത്തെ സിസ്റ്റം. ഏതെങ്കിലും ഒരു അപ്പൊ ഇതും ഒരു സിസ്റ്റം, ഇത് രണ്ടാമത്തെ സിസ്റ്റം. അപ്പൊ അത്തരത്തില് സാധാരണയായിട്ട് മാനിഫോൾഡ് സിസ്റ്റത്തിന് 2 ബാങ്കുകളിലായിട്ട്, 2 സിസ്റ്റത്തിലായിട്ടാണ്, 2 സിസ്റ്റത്തിലായിട്ട് ഹൈ പ്രഷർ സിലിണ്ടറുകളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിന് ഒരെണ്ണം എന്ന് പറയുന്നത് മറ്റൊന്നിന്റെ ബാക്കപ്പ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതാണ് വൺ ഈസ് എ ബാക്കപ്പ് ടു ദ അതർ. ഈ ചിത്രം നോക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം മറ്റൊന്നിന്റെ ബാക്കപ്പ് ആണ്. അതായത് ഒരു സമയം ഒരു ബാങ്കിൽ നിന്നും അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ നിന്നുള്ള ഗ്യാസ് മാത്രമേ നമ്മൾ പൈപ്പ് ലൈനിലേക്ക് സപ്ലൈ ചെയ്യുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഈ ഒരു സിലിണ്ടർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സിലിണ്ടറിന്, ആ ഒരു സിസ്റ്റത്തിനുള്ള ഗ്യാസ് മാത്രം ഒരു സമയം, മറ്റേ ടൈമിൽ കേട്ടോ, ഒരു സമയം നമ്മൾ പൈപ്പ് ലൈൻ സിസ്റ്റത്തിലൂടെ സപ്ലൈ ചെയ്യുള്ളൂ. പക്ഷെ ഇങ്ങനെ ആലോചിച്ച് നോക്കിയേ, എന്തെങ്കിലും കാരണവശാൽ ഈ സിസ്റ്റത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചു, അല്ലെങ്കിൽ വല്ല ലീക്കേജ് വരികയാണ്, അല്ലെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് ഫ്ലോ ചെയ്യുന്നില്ല, സപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല, എന്തെങ്കിലും മാൽ ഫങ്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്ത് നിർത്താൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബാക്കപ്പ് ആയിട്ടാണ് മറ്റേത് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ അതിനെന്തെങ്കിലും ആദ്യത്തേന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? നമ്മള് ഒരു ബാക്കപ്പിന് വേണ്ടിയിട്ട് അല്ലെ, നമ്മളത് എന്ത് മുൻകരുതൽ എടുക്കണം, ഒരു ബാക്കപ്പിന് വേണ്ടിയിട്ടാണ് മറ്റേ സിസ്റ്റം അവിടെ ഉപയോഗിക്കുന്നത്. ഈ 2 സിസ്റ്റം ആയിട്ടാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലായല്ലോ? അതാണ് അവിടെ പറയുന്നത്. വൺ ഈസ് എ ബാക്കപ്പ് ടു ദ അതർ. കാരണം ഒരു സമയം ഒരു സിസ്റ്റത്തിൽ നിന്ന്, ഒരു ബാങ്കിൽ നിന്നുള്ള ഗ്യാസ് മാത്രമേ പൈപ്പ് ലൈനിലൂടെ സപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പൊ മറ്റേ അതിനൊരു ബാക്കപ്പ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ബിസൈഡ്സ് the control panel is installed for the primary and secondary regulators. അത് മാത്രമല്ല, പ്രൈമറി സെക്കൻഡറി റെഗുലേറ്ററുകൾക്കൊക്കെ ആയിട്ട് എന്തുണ്ടായിരിക്കും? കൺട്രോൾ പാനൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും. പ്രൈമറി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സിസ്റ്റം, അതിനൊരു റെഗുലേറ്റർ ഉണ്ടായിരിക്കും. അത് പ്രൈമറി റെഗുലേറ്റർ ആണ്. രണ്ടാമത്തേന് സെക്കൻഡറി റെഗുലേറ്റർ, ബാക്കപ്പ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ, അത് സെക്കൻഡറി റെഗുലേറ്റർ. അങ്ങനെ പ്രൈമറി സെക്കൻഡറി റെഗുലേറ്ററിനായിട്ട് കൺട്രോൾ പാനൽ നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ എന്തൊക്കെ ഉണ്ടായിരിക്കും? പ്രഷർ റെഗുലേറ്റേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ. കാര്യം നമുക്കറിയാം, ഒരു കൺസിസ്റ്റന്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഗ്യാസുകളെയൊക്കെ പൈപ്പ് ലൈൻ സിസ്റ്റത്തിലൂടെ കടത്തിവിടുന്നത് അല്ലെ. ആണല്ലോ. അപ്പൊ അത് കൺട്രോൾ ചെയ്യാൻ പ്രഷർ റെഗുലേറ്റേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ എന്തുണ്ടായിരിക്കും?
വാർണിംഗ് ലാംപ്സ് അല്ലെ, മുന്നറിയിപ്പ്, അതായത് ഈ പറയുന്ന അലാം സിസ്റ്റങ്ങൾ, മുന്നറിയിപ്പ് സംവിധാനങ്ങളൊക്കെ ഈ പറയുന്ന എല്ലാം അടങ്ങുന്നതാണ് എന്ത്, മാനിഫോൾഡ് സിസ്റ്റം. ഈ ചിത്രം കണ്ടാൽ ശരിക്കും മനസ്സിലാവും. ഈ സോഴ്സ് വരുന്നുണ്ട്, സോഴ്സിൽ നിന്ന് കണ്ടോ ഈ സിലിണ്ടറുകൾ വെച്ചിരിക്കുന്നു, വ്യത്യസ്ത വാതകങ്ങളുള്ള സിലിണ്ടറുകൾ ഉണ്ടാകുന്നു, ഒരെണ്ണം മറ്റൊന്നിന്റെ ബാക്കപ്പ് ആയിട്ട് ഉപയോഗിക്കുന്നു അല്ലെ. ഈ പറയുന്ന സിലിണ്ടറുകളെ കൺട്രോൾ ചെയ്യുന്ന ഈ പ്രൈമറി റെഗുലേറ്റർ, സെക്കൻഡറി റെഗുലേറ്റർ കൺട്രോൾ ചെയ്യാനായിട്ടൊരു കൺട്രോൾ പാനൽ അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ പ്രഷർ റെഗുലേറ്ററുകൾ ഉണ്ടായിരിക്കും. മോണിറ്ററിംഗ് സിസ്റ്റം എല്ലാം തന്നെ അടങ്ങുന്ന ഈ ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അത് സോഴ്സിന്റെ തന്നെ ഭാഗമാണ്. ആദ്യത്തെ കമ്പോണന്റ് നമ്മൾ പഠിച്ചു കേട്ടോ, സോഴ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി. രണ്ടാമത്തെ ആളാരാണ്? പൈപ്പിംഗ് നെറ്റ്വർക്ക്സ് അല്ലെ. പൈപ്പിംഗ് നെറ്റ്വർക്ക്സ് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ് അല്ലെ, വിതരണ സംവിധാനമാണ് എന്ത്, പൈപ്പിംഗ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. എന്താണ് എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. മെഡിക്കൽ ഗ്യാസസ് ആൻഡ് വാക്വം ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ദ pipeline distribution system to provide gas or vacuum at the end point or terminal units. Underline ചെയ്തു വെക്കാം കേട്ടോ. അതായത് സെൻട്രലൈസ്ഡ് ഗ്യാസ് സ്റ്റേഷൻ അഥവാ മാനിഫോൾഡ് സിസ്റ്റത്തിൽ നിന്നും എവിടേക്കാണ് ഗ്യാസ് സപ്ലൈ ചെയ്യാനായിട്ട്, എവിടേക്ക്, എൻഡ് പോയിന്റിലോട്ട്. എൻഡ് പോയിന്റ് അഥവാ ടെർമിനൽ യൂണിറ്റ്, അവിടെയാണ് പേഷ്യൻസിന് ഉപയോഗപ്പെടുത്തുന്നത് അല്ലെ. അതായത് നമ്മൾ എൻഡ് പോയിന്റ് എന്നാണ് പറയുന്നത്. ആ ഒരു എൻഡ് പോയിന്റ് അഥവാ ടെർമിനൽ യൂണിറ്റ്സിലേക്ക് എന്താണ് ഗ്യാസിന് സപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പൈപ്പിംഗ് നെറ്റ്വർക്ക്. ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നിന്ന് കണ്ടോ, ഈ ഒരു പൈപ്പിംഗ് നെറ്റ്വർക്കിലൂടെ ഗ്യാസുകളൊക്കെ കടന്നു പോയിട്ട് എവിടേക്ക് എത്തുകയാണ്, ടെർമിനൽ യൂണിറ്റിലോട്ട് എത്താണ്. കണ്ടോ, ഇതാണ് ടെർമിനൽ യൂണിറ്റ്. കണ്ടോ, ഇതാണ് ടെർമിനൽ യൂണിറ്റ്, എൻഡ് പോയിന്റ് ആണ് അല്ലെ. ഇവിടേക്ക് എത്തിക്കുകയാണ്. എവിടെ നിന്നാ പോകുന്നത്? സിലിണ്ടറിൽ നിന്നും പോയിട്ട് എവിടേക്കാണ് എത്തിക്കുന്നത്? ടെർമിനൽ യൂണിറ്റിലോട്ടാണ് എത്തിക്കുന്നത് അല്ലെ. അത്തരത്തില് നമ്മുടെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന മാനിഫോൾഡ് സിസ്റ്റത്തിൽ നിന്നും ഗ്യാസ് ഈ പറയുന്ന യൂസർ എൻഡ്, ഇതാണ് യൂസർ എൻഡ് അല്ലെ. യൂസർ എൻഡ് അല്ലെങ്കിൽ എൻഡ് പോയിന്റ് എന്നൊക്കെ നമുക്ക് പറയാം, ടെർമിനൽ യൂണിറ്റ് എന്നൊക്കെ പറയാം. അവിടേക്ക് ഗ്യാസ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ എല്ലാം തന്നെ ഉപയോഗിക്കുന്നത്. ക്ലിയർ? ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മെഡിക്കൽ ഗ്യാസസ് ആൻഡ് വാക്വം ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ദ പൈപ്പ്ലൈൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം to provide gas or vacuum at the end point of the terminal units. ഇനി ടെർമിനൽ യൂണിറ്റിനെ പറ്റി ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ടെർമിനൽ യൂണിറ്റ് അതായത് എൻഡ് പോയിന്റ് ഉണ്ടല്ലോ, ഏറ്റവും അവസാനത്തിൽ ഈ ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റം എവിടെയാണ് അവസാനിക്കുന്നത്? ഇവിടെ അവസാനിക്കുന്നത് ടെർമിനൽ യൂണിറ്റിലാണ് അവസാനിക്കുന്നത് അല്ലെ. ഇവിടെ എത്തുമ്പോഴേക്കും ഇത് അവസാനിച്ചില്ലേ, പൈപ്പ് ലൈൻ സിസ്റ്റം ഇവിടെ അവസാനിക്കും. ഓരോ ടെർമിനലിൽ എത്തുമ്പോഴേക്കും ഇവിടെ നിന്ന് തുടങ്ങിയ പൈപ്പ് ലൈൻ സിസ്റ്റം അവിടെയാണ് എൻഡ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അപ്പോ ഈ പറയുന്ന എന്താ പറയാ പൈപ്പ് ലൈൻ ടെർമിനൽ യൂണിറ്റ് അല്ലെ, ടെർമിനൽ യൂണിറ്റ് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ആവാം? ടെർമിനൽ യൂണിറ്റ്സ് മേ ബി ഐദർ വാൾ മൗണ്ടഡ് ഓർ പെൻഡന്റ് മൗണ്ടഡ്. ടെർമിനൽ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ ചുമരിൽ ഘടിപ്പിച്ച ടൈപ്പ് ആവാം, അതല്ലെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കും പെൻഡന്റ് ടൈപ്പ് ആവാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല, ചുമരിൽ ഘടിപ്പിച്ചതെന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നോക്കി ചിത്രം നോക്കി, കണ്ടോ, ഇതൊക്കെ ടെർമിനൽ യൂണിറ്റ് ആണ്. ഇത് ഓൾറെഡി ചുമരിൽ തന്നെയാണ് ഘടിപ്പിച്ചേക്കുന്നത്. കണ്ടോ, ഇത്തരം ടെർമിനൽ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ വാളിൽ തന്നെ മൗണ്ടഡ് ആണ് അല്ലെ, ചുമരിൽ തന്നെ ഘടിപ്പിച്ചിട്ടുള്ള ടൈപ്പ് ടെർമിനൽ യൂണിറ്റ് ആണ്. ഇനി മറ്റു ചിലത് എന്താന്നാ പറയുന്നത്? പെൻഡന്റ് ടൈപ്പ് ആയിരിക്കുന്നത്. പെൻഡന്റ് ടൈപ്പ് ഒരു മിനിറ്റ് പെൻഡന്റ് ടൈപ്പ് ടൈപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പോയിട്ടുണ്ട് പെൻഡന്റ് ടൈപ്പ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പെൻഡന്റ് ടൈപ്പ് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേ. ഈ ചിത്രം കണ്ടോ നിങ്ങള്? ചിത്രം കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? പെൻഡന്റ് ടൈപ്പ്. ഇതാണ് പെൻഡന്റ് ടൈപ്പ് കേട്ടോ. പെൻഡന്റ് എന്ന് പറയുന്നത് എന്താണ്?
ദാറ്റ് ഈസ് ഒരു സസ്പെൻഡഡ് ഫ്രം എ സീലിംഗ്. അതായത് ഈ മുകളിലത്തെ സീലിംഗിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത പോലെ യൂസിങ് എ മെക്കാനിക്കൽ കണ്ടോ, ഒരു മെക്കാനിക്കൽ ആവ് പോലെ. ഇത് ടെർമിനൽ യൂണിറ്റ് തന്നെയാണ്. ചിലത് ഇങ്ങനെ ചുമരുമ്പോ തന്നെ ഘടിപ്പിക്കുന്ന ടെർമിനൽ യൂണിറ്റ് ഉണ്ടായിരിക്കും. മറ്റൊന്ന് പെൻഡന്റ് മൗണ്ടഡ് ആയിരിക്കും. കണ്ടോ, ഒരു പെൻഡന്റ് മൗണ്ടഡ് ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നമ്മളിപ്പോ നമ്മുടെ കഴുത്തിൽ ഇടുന്നതിന് പെൻഡന്റ് എന്നല്ലേ നമ്മൾ പറയാം. കഴുത്തിൽ ഇങ്ങനെ തൂക്കിയിടുന്ന സംഭവം അല്ലേ, അതുപോലെ ദാറ്റ് ഈസ് സസ്പെൻഡഡ് ഫ്രം എ സീലിംഗ് യൂസിങ് എ മെക്കാനിക്കൽ ആം. ഓക്കെ, അതാണ് പെൻഡന്റ് ടൈപ്പ് ആവാം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ചിത്രം കണ്ടല്ലോ, നോക്കിക്കോട്ടാ. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. The terminal units may be either wall mounted or pendant mounted കേട്ടോ. ഒന്നില്ലെങ്കിൽ വാൾ മൗണ്ടഡ് ആയിരിക്കാം, അല്ലെങ്കിൽ പെൻഡന്റ് മൗണ്ടഡ് ആയിരിക്കാം. ആ രീതിയിലായിരിക്കും ടെർമിനൽ യൂണിറ്റ്സ് ഉണ്ടായിരിക്കാം. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം കേട്ടോ. ഹൈ ക്വാളിറ്റി കോപ്പർ ഷുഡ് ബി യൂസ്ഡ് ടു മേക്ക് ദ പൈപ്സ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന പൈപ്പുകൾ നിർമ്മിക്കാനായിട്ട് ഉയർന്ന നിലവാരത്തിലുള്ള കോപ്പർ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. കണ്ടോ, കോപ്പർ കമ്പികളാണ്. സോറി, കമ്പിയല്ല കേട്ടോ, പൈപ്പ്. അതായത് നമ്മൾ ഉയർന്ന നിലവാരത്തിലുള്ള കോപ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പൈപ്പുകളെല്ലാം തന്നെ ഉണ്ടാക്കുന്നത്. മോർ ഓവർ പൈപ്സ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് എഗെയിൻസ്റ്റ് ഫിസിക്കൽ ഡാമേജ് ആൻഡ് കൊറോഷൻ. അത് മാത്രമല്ല, നമ്മൾ ഇത്തരം പൈപ്പുകൾ ഫിസിക്കൽ ഡാമേജും അതുപോലെ കൊറോഷനിൽ നിന്നൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണം അല്ലെ. ഫിസിക്കൽ ഡാമേജോ കൊറോഷനോ തുരുമ്പൊക്കെ പിടിച്ചോ അങ്ങനത്തേക്കൊക്കെ നമ്മൾ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യണം. അതുകൊണ്ടാണ് വളരെ ഉയർന്ന നിലവാരത്തിലുള്ള കോപ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പൈപ്പുകളെല്ലാം തന്നെ ഉണ്ടാക്കുന്നത്. മനസ്സിലായല്ലോ? പിന്നെന്താ പറയുന്നത്, ആൻഡ് കളർ കോഡഡ് ഇൻ കീപ്പിംഗ് വിത്ത് ഗ്യാസ് കണ്ടന്റ്. അത് മാത്രമല്ല, ഏത് ഗ്യാസ് ആണോ ആ പൈപ്പിലൂടെ കടന്നു പോകുന്നത് അതിന്റെ കളറും അവിടെ കൃത്യമായിട്ട് കോഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കളർ കോഡൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. ഓരോ ഗ്യാസിനും ഓരോ കളർ കോഡാണ് ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ ആ ഒരു ഗ്യാസ് എല്ലാ വാതകങ്ങൾക്കും ഒരേ കളർ കൊടുക്കാൻ നമുക്ക് പറ്റുമോ? ഒരേ രീതിയിൽ കൊടുക്കാൻ പറ്റുമോ? തിരിച്ചറിയണ്ടേ നമുക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ പൈപ്പിലൂടെയും ഏത് ഗ്യാസ് ആണോ കടന്നു പോകുന്നത് അതിന്റെ കളറും അവിടെ കൃത്യമായിട്ട് കോഡ് ചെയ്തിരിക്കും. അത്രയും നമുക്ക് പൈപ്പിംഗ് നെറ്റ്വർക്കിനെ പഠിക്കാനുള്ളൂ. മനസ്സിലായ? പൈപ്പിംഗ് നെറ്റ്വർക്ക് എന്താണെന്നുള്ളത് വേറൊന്നുമല്ല, നമ്മൾ ഈ പറയുന്ന സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സ്റ്റേഷൻ എന്താ പറയാ മാനിഫോൾഡ് സിസ്റ്റത്തിൽ നിന്നും നമ്മുടെ യൂസർ എൻഡിലോട്ട് അഥവാ ടെർമിനൽ യൂണിറ്റിലോട്ട് ഗ്യാസ് സപ്ലൈ ചെയ്യുന്നതിന്, സപ്ലൈ അല്ല, ഗ്യാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി വിതരണം ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ടെർമിനൽ യൂണിറ്റിൽ ഗ്യാസ് പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ എവിടെ അവസാനിക്കുന്നത്? ഈ ടെർമിനൽ യൂണിറ്റിനാണ് അല്ലെ, യൂസർ എൻഡ് ആ എൻഡ് പോയിന്റ് അതൊരു ടെർമിനൽ യൂണിറ്റിനാണ് പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ അവസാനിക്കുന്നത്. ഇനി ടെർമിനൽ യൂണിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ടെർമിനൽ യൂണിറ്റ് ഒന്നില്ലെങ്കിൽ ചുമരിൽ ഘടിപ്പിച്ച ടൈപ്പ് ആവാം, അല്ലെങ്കിൽ പെൻഡന്റ് ടൈപ്പ് ആവാം. എന്തായാലും ഉയർന്ന നിലവാരമുള്ള കോപ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരം പൈപ്പുകളെല്ലാം തന്നെ നിർമ്മിക്കുന്നത്. കാര്യം എന്തിനു വേണ്ടിയിട്ടാണ്? ഫിസിക്കൽ ഡാമേജിനും കൊറോഷനും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈ സ്റ്റാൻഡേർഡ് ലെവലിലുള്ള കോപ്പർ ഉപയോഗിക്കുന്നത്. ഓക്കെ, പൈപ്പ് നിർമ്മിക്കാനായിട്ട്. അത് മാത്രമല്ല, ഏത് ഗ്യാസ് ആണോ ആ പൈപ്പിലൂടെ കടന്നു പോകുന്നത് ആ ഒരു ഗ്യാസിന്റെ കൃത്യമായിട്ടുള്ള കളറ് അത് നമ്മൾ അവിടെ കോഡ് ചെയ്തിരിക്കും. മനസ്സിലായല്ലോ? അത്രയേ ഉള്ളൂ കേട്ടോ പൈപ്പിംഗ്. രണ്ടാമത്തെ കമ്പോണന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ സോഴ്സ് ഓഫ് സപ്ലൈ എന്താണ്, മാനിഫോൾഡ് സിസ്റ്റം എന്താണെന്ന് മനസ്സിലായി, പൈപ്പിംഗ് നെറ്റ്വർക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കേണ്ട മൂന്നാമത്തെ കമ്പോണന്റ് ഏതാണ്? വാൽവുകൾ അല്ലെ, വാൽവ്സ്. ഓക്കെ, വാൽവിനെ പറ്റി നമുക്ക് പറയാനായിട്ട് ശ്രദ്ധിക്കുക. There are two types of valves. അതായത് രണ്ട് ടൈപ്പ് വാൽവുകളാണ്. ഏതൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന് സോൺ വാൽവ്സും മറ്റൊന്ന് സർവീസ് വാൽവ്. ഓക്കെ, അതിനകത്ത് സർവീസ് വാൽവിന്റെ പഠനം, സോൺ വാൽവിന്റെ ചിത്രം നമുക്ക് കാണാം, സ്ക്രീനിൽ കാണാൻ പറ്റും. ഇതാണ് സോൺ വാൽവ് എന്ന് പറഞ്ഞത്. എന്താണ് സോൺ വാൽവിനെ പറ്റി ഇവിടെ പറയുന്നത്? സോൺ വാൽവ്സ് ആർ യൂസ്ഡ് ടു ഐസൊലേറ്റ് ലാർജ് പാർട്സ് ഓഫ് ദ സിസ്റ്റം, ദാറ്റ് ഈസ് റൂംസ് ഫോർ മോഡിഫിക്കേഷൻ ആൻഡ് ഓർ റിപ്പയർ. ഓക്കെ, അതായത് നമ്മളൊരു മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ വലിയ ഭാഗത്ത് ലാർജർ പാർട്ടാണ് പറയുന്നത്. വലിയ ഭാഗങ്ങൾ റിപ്പയർ ചെയ്യുന്നതിനോ മോഡിഫൈ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സോണൽ വാൽവുകൾ ഉപയോഗിക്കുന്നത്. സോണൽ എന്ന് പറയാം, സോൺ എന്നും പറയാം കേട്ടോ. സോൺ വാൽവുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. കണ്ട,
ഇതെന്ന് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞേ, മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ വലിയ ഭാഗങ്ങള് പലതും റിപ്പയർ ചെയ്യാനോ മോഡിഫൈ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സോൺ വാൽവുകൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ? പിന്നെ അത് മാത്രമല്ല, ബിസൈഡ്സ് സോൺ വാൽവ്സ് ആർ ഇൻസ്റ്റാൾഡ് ഓൺ കോറിഡോർ വാൽവ്സ് ആൻഡ് ഷുഡ് ബി ലാബൽഡ് ടു ഇൻഡിക്കേറ്റ് ദ റൂം ദാറ്റ് ദേ കൺട്രോൾ. അത് മാത്രമല്ല, സോൺ വാൽവുകൾ നമ്മൾ എവിടെ വെക്കാന്ന് അറിയാമോ? ഹോസ്പിറ്റലിന്റെ കോറിഡോർ വാൾസിലാണ്. അതായത് ഹോസ്പിറ്റലിന്റെ കോറിഡോർസ് ഉണ്ടാവും. ഒരു ഏരിയനെ, ഒരു വലിയ ഏരിയനെ മറ്റൊരു ഏരിയയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന കോറിഡോർസ് ഉണ്ടാവും. ഇടനാഴികൾ നമുക്ക് നമ്മൾ പറയും. അപ്പൊ അത്തരം കോറിഡോറിന്റെ ചുവരുകളിലായിരിക്കും നമ്മൾ ഈ സോൺ വാൽവുകൾ എപ്പോഴും എന്ത് ചെയ്യുക, ഘടിപ്പിക്കുന്നുണ്ടാവാം. അത് മാത്രമല്ല, അതിന് തൊട്ടടുത്തായിട്ട് ഏത് ഏരിയയിലോട്ടാണ് ആ ഗ്യാസ് സപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതും അവിടെ കൃത്യമായിട്ട് ആ വാൽവിനകത്ത് ലാബൽ ചെയ്യും. പറഞ്ഞ മനസ്സിലായോ? ഇത് നോക്കൂ, ഇതൊരു കോറിഡോറിന്റെ ചുമരാണിത്. ഓക്കെ, ഒരു വലിയ ഹോസ്പിറ്റലിന്റെ രണ്ട് ഏരിയകളെ തമ്മിൽ തിരിക്കുന്ന ഒരു കോറിഡോർ ആയിരിക്കാം അത്. ആ ഒരു കോറിഡോറിന്റെ വാളിലാണ് നമ്മൾ ഈ സോൺ വാൽവിനെ ഘടിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല, ഈ സോൺ വാൽവുകൾ ഇതൊക്കെ ഓരോ സോൺ വാൽവുകളാണ്. സോൺ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ഏരിയനാണ് അവർ കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ അത്. അപ്പൊ നോക്കാം, അത് മാത്രമല്ല, ഇതിന് തൊട്ടടുത്തായിട്ട് ഏത് ഏരിയയിലോട്ടാണ് ആ ഗ്യാസ് സപ്ലൈ ചെയ്യുന്നത് ആ ഏരിയ കൃത്യമായിട്ട് ഈ വാൽവിനകത്ത് നമ്മൾ ലാബൽ ചെയ്തിരിക്കണം. അപ്പൊ നോക്കൂ, ഈ വാൽവ് എടുക്കുകയാണെങ്കിൽ ഈ വാൽവ് ചിലപ്പോൾ ഏരിയ ചിലപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലോട്ടോ അല്ലെങ്കിൽ ICU എന്ന് പറയുന്ന ഏരിയയിലോട്ടായിരിക്കും ഇവിടുന്ന് ഗ്യാസ് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ആ ഏരിയ ഏതാണെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് ഈ വാൽവിനകത്ത് ലാബൽ ചെയ്തിരിക്കും. അതുപോലെ ഈ വാൽവ് എടുക്കുകയാണെങ്കിൽ ഇതും ഇതിന് തൊട്ടടുത്തായിട്ട് ഏത് ഏരിയയിലോട്ട് ചിലപ്പോൾ മറ്റൊക്കെ ഒരു ചിലപ്പോൾ കാർഡിലേക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഗൈനക്കോളജി കാർഡിലേക്കായിരിക്കും ഇവിടുന്ന് സപ്ലൈ പോകുന്നുണ്ടാവാം. എന്താണെങ്കിലും ആ ഏരിയ ഇവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, ലാബൽ ചെയ്തിരിക്കണം. അതുപോലെ ഇതും. മനസ്സിലായോ? അപ്പൊ അതാണ് അവിടെ പറയുന്നത് കേട്ടോ. സോൺ വാൽവ്സ് ആർ ഇൻസ്റ്റാൾഡ് ഓൺ കോറിഡോർ വാൽവ്സ് ആൻഡ് ഷുഡ് ബി ലേബൽഡ് ടു ഇൻഡിക്കേറ്റ് ദ റൂം ദാറ്റ് ദേ കൺട്രോൾ. ഏത് റൂമിലാണ് അത് കൺട്രോൾ ചെയ്യുന്നത്? അത്രയേ ഉള്ളൂ. സോൺ വാൽവിനെ പറ്റി പറയുകയാണെങ്കിൽ അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നോക്കാം ഫർദർ മോർ. ഇനി അത് കൂടാണ്ട് സർവീസ് വാൽവിനെ പറ്റി പറയുകയാണെങ്കിൽ സർവീസ് വാൽവ്സ് ആർ യൂസ്ഡ് ടു ഐസൊലേറ്റ് certain parts of the system for modification and of repair. ഇനി സർവീസ് വാൽവ് കടയില്ല കേട്ടോ, ചിത്രയില്ല. പക്ഷെ ഇതിങ്ങനെ ഇതുപോലെ ഇത്രയും വലുതല്ല, ചെറുതാണ്. കുറെ പൈപ്പുകൾ ഇങ്ങനെ ഒന്നിച്ചു പോകുന്നതാണ്. സർവീസ് വാൽവ് എന്ന് പറയുമ്പോ എന്താ പറയുക, ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് ഗ്യാസ് പൈപ്പ് ലൈനിൽ എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യുന്നതിനും മോഡിഫൈ ചെയ്യുന്നതിനുമായിട്ടാണ് സർവീസ് വാൽവുകൾ ഉപയോഗിക്കുന്നത്. വ്യത്യാസം മനസ്സിലായോ? സോൺ വാൽവ് എന്ന് പറയുന്നത് ലാർജർ പാർട്ട് ഓഫ് ദി സിസ്റ്റം, വലിയ ഏരിയകളെയൊക്കെ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനാണ് സോൺ വാൽവുകൾ ഉപയോഗിക്കുന്നത്. അതേസമയം സർവീസ് വാൽവ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് ഗ്യാസ് പൈപ്പ് ലൈനിന് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരണേ, എന്തെങ്കിലും റിപ്പയർ ചെയ്യുന്നതിനോ മോഡിഫൈ ചെയ്യുന്നതിനൊക്കെയാണ് നമ്മൾ സർവീസ് വാൽവുകൾ ഉപയോഗിക്കുന്നത്. ചെറിയ ചെറിയ പാർട്ടുകൾ മാത്രമാണ്, ഏതെങ്കിലും ചെറിയ ഭാഗങ്ങൾ എപ്പോഴും കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സർവീസ് വാൽവുകൾ ഉപയോഗിക്കുന്നത്. They are accessible by the clinical staff. അത് മാത്രമല്ല, സർവീസ് വാൽവ് എന്ന് പറയുന്നത് they are accessible by the clinical staff. അതെന്ന് പറയുന്നത് ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ആക്സസിബിൾ ആണ് എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാനായിട്ട്. പക്ഷെ സോൺ വാൽവ്സ് അങ്ങനെയാണോ? അല്ല, ഇത് വലിയ ഏരിയകളൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പൊ അത് ക്ലിനിക്കൽ സ്റ്റാഫിന് ഒരിക്കലും ആക്സസിബിൾ അല്ല. പക്ഷെ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ള വാൽവ് ഏതാണ്? അത് സർവീസ് വാൽവ് കേട്ടോ. കാരണം ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമേ കൺട്രോൾ ചെയ്യുന്നുള്ളൂ. അത് ആക്സസിബിൾ തന്നെ ക്ലിനിക്കൽ സ്റ്റാഫ്. അപ്പൊ വാൽവിനെ പറ്റി ഇത്രയും പഠിക്കാനുള്ളൂ. രണ്ട് ടൈപ്പ് വാൽവ് ഉണ്ട്, സോൺ വാൽവ് ഉണ്ട്, സർവീസ് വാൽവ് ഉണ്ട്. സോൺ വാൽവ് വന്നിട്ട് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന് വലിയ ഭാഗങ്ങൾ മോഡിഫൈ ചെയ്യാനും റിപ്പയർ ചെയ്യാനും സോൺ വാൽവുകൾ ഉപയോഗിക്കുന്നു. അത് സാധാരണ കോറിഡോറിന്റെ ചുമരുകളിലാണ് നമ്മൾ ഘടിപ്പിക്കുന്നത്. അതിന് തൊട്ടടുത്തായിട്ട് ഏത് ഏരിയയിലോട്ടാണ് ഗ്യാസ് സപ്ലൈ ചെയ്യുന്നത് കൃത്യമായിട്ട് ആ വാൽവിനകത്ത് നമ്മൾ ലേബൽ ചെയ്തിരിക്കണം. ഓക്കെ, സർവീസ് വാൽവ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ആ സിസ്റ്റത്തിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് ചെറിയ ഏതെങ്കിലും ഭാഗങ്ങളായിരിക്കാം, അവിടെ എന്തെങ്കിലും തകരാറുകൾ വന്നാൽ അത് റിപ്പയർ ചെയ്യാൻ മോഡിഫൈ ചെയ്യാനായിട്ടാണ് സർവീസ് വാൽവ് ഉപയോഗിക്കുന്നത്. അത് ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ആക്സസിബിൾ ആയിരിക്കും. മനസ്സിലായല്ലോ? അടുത്തതാണ്, അപ്പൊ ആ കമ്പോണന്റ് നമ്മുടെ കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തത് നാലാമത്തെ കമ്പോണന്റ് ഏതാണ്? വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റംസ്, അല്ലെ? മുന്നറിയിപ്പ് അലാം സംവിധാനങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കാം. ഇറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റംസ് to give the information for the responsible staff about the whole plant in case of failure detection or change requirements.
എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുന്നറിയിപ്പ് അലാം സംവിധാനങ്ങളൊക്കെ വെക്കുന്നത്? എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് വേറൊന്നുമില്ല, ഹോൾ പ്ലാന്റ് എന്ന് വെച്ചാൽ നമ്മുടെ മൊത്തത്തിലുള്ള മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ എന്തെങ്കിലും തകരാറുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ അല്ലെ, എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ അല്ലെങ്കിൽ ഈ പറയുന്ന സിലിണ്ടറുകൾ ഏതെങ്കിലും നമുക്ക് അത് തന്നെ തകരാറ് കണ്ടെത്താൻ, ഈ തകരാറ് വന്നു കഴിഞ്ഞാൽ കേട്ടോ, തകരാറ് എന്തെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാല് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏതെങ്കിലും സിലിണ്ടറുകൾക്ക് നമുക്ക് മാറ്റം ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു റെസ്പോൺസിബിൾ ടെക്നീഷ്യനെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വാണിംഗ് ആൻഡ് അലാം സിസ്റ്റംസുകൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായി? മുന്നറിയിപ്പ് അലാം സിസ്റ്റംസ് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് warning and alarm systems to give the information for the responsible staff about the whole plan in case of failure detection or change requirements. Clear ആണല്ലോ? ഇനി നോക്കാം. Hence, there are two main alarm systems. രണ്ട് പ്രധാന അലാം സിസ്റ്റംസുകളാണ്. രണ്ട് ടൈപ്പ്. വാൽവ് പറഞ്ഞിട്ട് നമ്മള് സോൾ വാൽവ് ഉണ്ട്, സർവീസ് വാൽവ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ അലാം സിസ്റ്റത്തിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ് രണ്ട് ടൈപ്പ്? ഒന്ന് മാസ്റ്റർ അലാംസ്, പിന്നെ വന്നിട്ടുണ്ട് ഏരിയ അലാംസ്. രണ്ട് ടൈപ്പ് അലാമാണ് കേട്ടോ. മാസ്റ്റർ അലാമും ഉണ്ട്, ഏരിയ അലാംസ് ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. മാസ്റ്റർ അലാം മോണിറ്റേഴ്സ് ദ മെയിൻ ഗ്യാസ് ലൈൻ ആൻഡ് സോഴ്സസ് കണ്ടീഷൻ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് പോയിന്റുകളാണ് കേട്ടോ. മാസ്റ്റർ അലാം എന്തിനാണ് മോണിറ്റർ ചെയ്യുന്നത്? മെയിൻ ഗ്യാസ് ലൈൻ ആൻഡ് സോഴ്സസ് കണ്ടീഷൻ. മെയിൻ ആയിട്ടുള്ള ഗ്യാസ് പൈപ്പ് ലൈനിലോ അല്ലെങ്കിൽ സോഴ്സ് കണ്ടീഷൻസിനൊക്കെ എന്തെങ്കിലും തകരാറുകൾ വന്നു കഴിഞ്ഞാല്, പ്രശ്നങ്ങൾ വന്നാൽ അത് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മാസ്റ്റർ അലാംസ് യൂസ് ചെയ്യുന്നത്. പേര് തന്നെ മാസ്റ്റർ ആണ് അല്ലെ. പറയുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഗ്യാസ് പൈപ്പ് ലൈനിലോ സോഴ്സസിനോ എന്തെങ്കിലും പ്രശ്നങ്ങള് തകരാറുകൾ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്റ്റർ അലാംസുകൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ? അടുത്തത് എന്താണ്? ഏരിയ അലാംസ്. ഏരിയ അലാംസ് ആർ ഫൗണ്ട് ഓൺ alarm panels and their function is to monitor the conditions of specific critical care areas. അതേസമയം ഏരിയ അലാം എന്ന് പറയുമ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ ഏരിയയിലൊക്കെ ആണെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഏരിയ അലാമുകൾ ഉപയോഗിക്കുന്നത്. അത് വേറൊന്നുമില്ല, ഇതിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ വേറൊന്നുമല്ല, ഈ പറയുന്ന മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തില് എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും സിലിണ്ടറുകളുടെ മാറ്റം ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാല് അത് റെസ്പോൺസിബിൾ സ്റ്റാഫിനെ അറിയിക്കുക എന്നുള്ളതാണ് വാണിംഗ് അലാം സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള അലാമുകളുണ്ട്. മാസ്റ്റർ അലാം ഉണ്ട്, അതുപോലെ ഏരിയ അലാം ഉണ്ട്. മാസ്റ്റർ അലാം ചെയ്യുന്നത് എന്താ വെച്ചാൽ മെയിൻ ഗ്യാസ് പൈപ്പ് ലൈനിലും സോഴ്സിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ മോണിറ്റർ ചെയ്യാനായിട്ടാണ് മാസ്റ്റർ അലാംസുകൾ യൂസ് ചെയ്യുന്നത്. അതേസമയം നമ്മുടെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ക്രിട്ടിക്കൽ കെയർ ഏരിയാസ് അവിടെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏരിയ അലാമുകൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയല്ലോ? നാലാമത്തെ കമ്പോണന്റ് നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, ഇനി നമുക്ക് അഞ്ചാമത്തെ കമ്പോണന്റ് ഏതാണ്? ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ്സ്. അതാണ് ഔട്ട്ലെറ്റ്സ് ആൻഡ് ഇൻലെറ്റ്. എന്താണ് ഔട്ട്ലെറ്റ് ഇൻലെറ്റിന്റെ ഫംഗ്ഷൻ? എന്താണ്? ടു സപ്ലൈ ദ ഗ്യാസ്. ഗ്യാസ് സപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ. ഗ്യാസ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ് ഇത് ഔട്ട്ലെറ്റും ഇൻലെറ്റും. അപ്പൊ നമുക്ക് വായിക്കാലോ. ഔട്ട്ലെറ്റ്സ് ആർ പോയിന്റ്സ് അറ്റ് വിച്ച് കണക്ഷൻസ് ക്യാൻ ബി മെയ്ഡ് ടു ദ മെഡിക്കൽ ഗ്യാസ് പൈപ്പിംഗ് സിസ്റ്റം ടു സപ്ലൈ അണ്ടർ ദ പ്രഷർ. അതാണ് ഔട്ട്ലെറ്റ്സ് ആർ ദ പോയിന്റ്സ് അറ്റ് വിച്ച് കണക്ഷൻസ് ക്യാൻ ബി മെയ്ഡ് to the medical gas piping system to supply under pressure. അതായത് ഒരു പ്രഷർ, ഒരു കൺസിസ്റ്റന്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പൈപ്പ് ലൈൻ സംവിധാനത്തിൽ നിന്നും ഗ്യാസ് എക്യുപ്മെന്റിലേക്ക് എന്താണ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കണക്ഷനുകൾ അല്ലെ. അതായത് ചുരുക്കി പറയാൻ ഇത്രയൊന്നും വീട്ടിൽ വലിച്ച് പറയേണ്ട. ഔട്ട്ലെറ്റ്സ് ആർ ദ കണക്ഷൻ പോയിന്റ്സ് ദാറ്റ് സപ്ലൈ ദ മെഡിക്കൽ ഗ്യാസസ് ടു പേഷ്യൻസ്. ഇത്രയും മതി. പേഷ്യൻസിനെ മെഡിക്കൽ ഗ്യാസ് സപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ ആക്സസ് പോയിന്റുകൾ ഉണ്ടല്ലോ, കണക്ഷൻസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഔട്ട്ലെറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ പറഞ്ഞത്? ഔട്ട്ലെറ്റ്സ് എന്താണ്? ഇസ് ദ ആക്ഷൻ അല്ല, സോറി ആക്ഷൻ അല്ല, കണക്ഷൻ പോയിന്റ്സ് കേട്ടോ. ഇസ് ദ കണക്ഷൻ പോയിന്റ് ദാറ്റ് സപ്ലൈ ദ മെഡിക്കൽ ഗ്യാസസ് ടു പേഷ്യൻസ് കേട്ടോ. പേഷ്യൻസിന് മെഡിക്കൽ ഗ്യാസ് സപ്ലൈ ചെയ്യുന്ന ആ കണക്ഷൻസ്, ആ ആക്സസ് പോയിന്റുകളെയാണ് നമ്മൾ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? വൈകിൽ ഇൻലെറ്റ്സ് സപ്ലൈ വാക്വം. ഇൻലെറ്റ് സപ്ലൈ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ എന്താ സപ്ലൈ ചെയ്യുന്നത്? വാക്വം ആണ് കേട്ടോ. വാക്വം കണക്ഷൻ പോയിന്റ്സുകളെ നമ്മൾ ഏത് ടേബിളാണ് പറയാ? ഇൻലെറ്റ് എന്നാണ് പറയുന്നത്. രണ്ടുപേരുടെയും ഉദ്ദേശം എന്ത് തന്നെയാണ്? സപ്ലൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം.
പക്ഷെ ഔട്ട്ലെറ്റ് സപ്ലൈ ചെയ്യുന്നത് മെഡിക്കൽ ഗ്യാസ് ആണെങ്കിൽ നമ്മുടെ ഇൻലെറ്റ് സപ്ലൈ ചെയ്യുന്നത് വാക്വം ആണ് സപ്ലൈ ചെയ്യുന്നത്. വാക്വത്തെ പറ്റി നമ്മൾ പറഞ്ഞു, ഇത് സാങ്കേതികമായിട്ട് എന്തല്ല ശരി മെഡിക്കൽ വാതകം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഈ പറയുന്ന മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആള് തന്നെയാണ് വാക്വം. ഓക്കെ, അപ്പൊ മെഡിക്കൽ ഗ്യാസ് സപ്ലൈ ചെയ്യാനായിട്ട് ഔട്ട്ലെറ്റ് ഉപയോഗിക്കുമ്പോൾ വാക്വം സപ്ലൈ ചെയ്യുന്ന ആളാണ് ഇൻലെറ്റ് എന്ന് പറയുന്നത്. രണ്ടുപേരും സപ്ലൈ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കുക. ഇൻലെറ്റ് സപ്ലൈ വാക്വം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആയല്ലോ? മനസ്സിലായല്ലോ? 5ാമത്തെ കമ്പോണന്റും നമ്മുടെ കഴിയാണ്. ഇനി 6ാമത്തെ കമ്പോണന്റ് എന്താണ്? സെക്കൻഡറി എക്യുപ്മെന്റ്. എന്താണ് സെക്കൻഡറി എക്യുപ്മെന്റ് അഥവാ ദ്വിതീയ ഉപകരണങ്ങൾ. എന്തായിരിക്കും ദ്വിതീയ ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ പറഞ്ഞ വാൽവുകള്, പിന്നെ എന്താ പറയാ വാർണിംഗ് അലാം സിസ്റ്റങ്ങള്, പിന്നെ എന്താ പറയാ കൺട്രോൾ പാനല്, ഇതെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായിട്ട് മാനിഫോൾഡ് സിസ്റ്റത്തിന്റെ ആ ഒരു പൈപ്പിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളുകളായിരിക്കും അല്ലെ. ഇനി നമ്മൾ ഈ പൈപ്പ് ലൈൻ വരെ ഔട്ട്ലെറ്റ് ഇൻലെറ്റ് വരെ സപ്ലൈ വരെ എത്തി. എന്ത് ചെയ്യണം നമുക്ക്? അതിൽ നിന്നും പേഷ്യന്റിന്റെ ശരീരത്തിലോട്ട് ആ ഗ്യാസ് നമുക്ക് കൊടുക്കണം. ഇപ്പൊ വെന്റിലേറ്ററിലൂടെ കൊടുക്കാം, നമുക്ക് മാസ്ക് ഉപയോഗിച്ച് നമുക്ക് കൊടുക്കാം, നേസൽ കാനുലകൾ വഴി ഉപയോഗിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഓക്സിജൻ തെറാപ്പി ഡിവൈസസുകൾ ഉപയോഗിച്ച് ചെയ്യാം അല്ലെ. അപ്പൊ അത്തരം ഡിവൈസുകൾ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മള് സെക്കൻഡറി എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ സെക്കൻഡറി എക്യുപ്മെന്റ് എന്താന്നുള്ളത്? സെക്കൻഡറി എക്യുപ്മെന്റ് എന്താണെന്നുള്ളത് മനസ്സിലായോ? അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വെന്റിലേറ്ററുകള്, മാസ്കുകള്, നേസൽ കാനുലാസ്, അവയൊക്കെയാണ് നമ്മൾ സെക്കൻഡറി എക്യുപ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. വേറെ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ അതിനകത്ത്. നമുക്ക് നോക്കാം. ഹോൾ ഹോസസ്, ഗ്യാസ് ഫ്ലോ മീറ്റേഴ്സ്, ഗേജസ് ആൻഡ് വാക്വം റെഗുലേറ്റേഴ്സ് അല്ലെ. എന്താണ് ഹോൾ ഹോസസ്? ഹോസുകള്, അതുപോലെ ഗ്യാസ് ഫ്ലോ മീറ്ററുകള്. ഫ്ലോ മീറ്ററിനെ പറ്റിയിട്ട് നമ്മൾ മെഡിക്കൽ എക്യുപ്മെന്റ്സിൽ പറഞ്ഞു പോയിരുന്നു കേട്ടോ. ഫ്ലോ മീറ്റർ എന്താണ്? ഗ്യാസുകളുടെ ഫ്ലൂയിഡ്സിന്റെ ഒക്കെ ഫ്ലോ റെഗുലേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു എക്യുപ്മെന്റ് ആണ് ഗ്യാസ് ഫ്ലോ മീറ്റേഴ്സ്. പിന്നെ ഗേജസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രഷർ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിലൂടെ കടന്നു പോകുന്ന ഒരു കൺസിസ്റ്റന്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണല്ലോ നമ്മൾ ഗ്യാസുകൾ സപ്ലൈ ചെയ്യാം. അപ്പൊ അതിന്റെ ആ ഒരു പ്രഷർ എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യുന്ന ഗേജസ്. പിന്നെ വാക്വം റെഗുലേറ്റേഴ്സ് അല്ലെ. വാക്വം വിടുമ്പോൾ അത് കൺട്രോൾ ചെയ്തിട്ടുള്ള വാക്വം റെഗുലേറ്റേഴ്സ് ആർ നോട്ട് പാർട്ട് ഓഫ് ദ പൈപ്പ് ലൈൻ സിസ്റ്റം. അത് നമ്മൾ ഇതുവരെ പഠിച്ച പൈപ്പ് ലൈൻ സിസ്റ്റത്തിന്റെ ഭാഗങ്ങളല്ല. പിന്നെ എന്താണ്? they can contribute greatly to gas and vacuum consumption. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് കൺസ്യൂം ചെയ്യുന്ന ഉപകരണങ്ങളാണ് അല്ലെ. അത് വെന്റിലേറ്റർ പോലെ, മാസ്ക് പോലെ, നേസൽ കാനുല പോലെ ആ ഗ്യാസിനെ കൺസ്യൂം ചെയ്യുന്ന ഉപകരണങ്ങളാണ്. ആ ഉപകരണങ്ങളെയാണ് നമ്മൾ സെക്കൻഡറി എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. വെന്റിലേറ്റേഴ്സ് നമുക്ക് പറയാം, അതുപോലെ മറ്റേ മാസ്ക് കാനുലസ് പറയാം, പിന്നെ ഓക്സിജൻ തെറാപ്പി ഡിവൈസസ് പറയാം, പിന്നെ എന്താ പറയുക അനസ്തെറ്റിക് മെഷീനുകളൊക്കെ നമുക്ക് അതിനകത്ത് പറയാം കേട്ടോ. ഇതെല്ലാം തന്നെ സെക്കൻഡറി എക്യുപ്മെന്റുകൾ കേട്ടോ. ക്ലിയർ? അതുപോലെ തന്നെ ദീസ് ഐറ്റംസ് ഷുഡ് ബി ചെക്ക്ഡ് ഫ്രീക്വന്റ്ലി as part of routine inspection procedure. അതുകൊണ്ട് തന്നെ ഈ ഐറ്റംസുകള് നമ്മളൊരു എന്താ പറയാ റുട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്? പരിശോധിക്കണം. ഈ പറയുന്ന മറ്റുള്ളത്, അതായത് ഇപ്പൊ ഗ്യാസ് കൊടുക്കുന്ന മാസ്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വെന്റിലേറ്റർ ആയിക്കോട്ടെ, പിന്നെ ഓക്സിജൻ തെറാപ്പി ഡിവൈസസ് ആയിക്കോട്ടെ, ഇവയെല്ലാം നേരിട്ട് പേഷ്യന്റിലേക്ക് ആ ഗ്യാസ് ശരീരത്തിലേക്ക് കയറുന്ന അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് അല്ലെ. അപ്പൊ എപ്പോഴും അത് റൂട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് തന്നെ അത് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണം. നമ്മൾ പരിശോധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ നമ്മൾ റീപ്ലേസ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇത്രയും കമ്പോണന്റുകളാണ് ഇതിനകത്ത് വരുന്നത്, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിനകത്ത് വരുന്നത്. ഇതൊക്കെയായിരുന്നു സോഴ്സ് ഓഫ് സപ്ലൈ, പൈപ്പിംഗ് നെറ്റ്വർക്ക്, അതിന്റെ ഓർക്കേണ്ട പോയിന്റുകളൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. വാൽവുകള്, പിന്നെന്താണ് വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റംസുകള്. ഓക്കെ, പിന്നെന്തായിരുന്നു മറന്നുപോയല്ലോ? പിന്നെ എന്താണ് ഔട്ട്ലെറ്റ്, ഇൻലെറ്റ്, സെക്കൻഡറി എക്യുപ്മെന്റ്. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങള് ക്ലിയർ ആണോ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ ഇപ്പൊ തന്നെ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ക്ലിയർ ആയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾ അതിന്റെ ആൻസർ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ ചോദിക്കാണ്. ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ആക്സസബിൾ ആയിട്ടുള്ള വാൽവ് ഏതാണെന്ന് പറഞ്ഞേ. ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ആക്സസബിൾ ആയിട്ടുള്ള വാൽവുകൾ ഏതാണെന്നൊന്ന് പറയാമോ? ഏത് വാൽവാണ്? സൗമ്യ പറയുന്നു സർവീസ്. ജസ്ന, പിന്നെ ആരുല്ലേ? ആരാർക്കും കിട്ടിയില്ല? രമ്യ. ഓക്കെ,
സർവീസ് വാൽവാണ്. അഫ്സൽ പറയുന്നു സർവീസ്, ഷംസിയ, റീനാദിര സർവീസ് അല്ലെ, സർവീസ് വാൽവുകളാണ് അല്ലെ, ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ആക്സസ് ആണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഓക്കെ ആര്യ കറക്റ്റ് ആണ് കേട്ടോ, സർവീസ് കറക്റ്റ് ആണ്. ഇനി അടുത്ത ചോദ്യം, സെൻട്രലൈസ്ഡ് മെഡിക്കൽ സിസ്റ്റങ്ങളിലെ വലിയ ഭാഗങ്ങൾ ലാർജർ പാർട്സിനെ റിപ്പയർ ചെയ്യാനും മോഡിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന വാൽവുകൾ ഏതാണ്? ഒന്ന് പറഞ്ഞേ, ഏതായിരിക്കും? സോൺ വാൽവ് കറക്റ്റ് ആണ് കേട്ടോ. ഷംസിയ, വിഷ്ണ, ഓക്കെ, റീന, ആര്യ, സോൺ വാൽവ് അല്ലെ, സോൺ വാൽവ്. ഓക്കെ, മനസ്സിലായല്ലോ. പിന്നെ അടുത്തത് കേട്ടോ, കറക്റ്റ് ആണ് കേട്ടോ. സൂര്യ, അതിര, പെർസി, കറക്റ്റ് ആണ്, സോൺ വാൽവുകളാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ പറയുന്ന സിലിണ്ടറുകള്, കൺട്രോൾ പാനല്, പിന്നെ എന്താ പറയാ പ്രഷർ റെഗുലേറ്ററുകള്, മോണിറ്ററിംഗ് സിസ്റ്റങ്ങള്, ഇവയെല്ലാം സജ്ജീകരിച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്തിന് നമ്മൾ എന്ത് പേരാ പറയാ? ഇതെല്ലാം സജ്ജീകരിക്കുന്ന ആ ഒരു മാനിഫോൾഡ്. സൗമ്യ കറക്റ്റ് ആണ് കേട്ടോ. എന്താണ് നമ്മൾ പറയാ? മാനിഫോൾഡ്. കിട്ടിയോ നിങ്ങൾക്ക്? ബാക്കി എല്ലാവർക്കും മനസ്സിലായോ? നമ്മൾ ഈ പറയുന്ന വാതക സിലിണ്ടറുകള്, കൺട്രോൾ പാനല്, പ്രഷർ റെഗുലേറ്റേഴ്സ്, ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ. ഇതെല്ലാം തന്നെ സജ്ജീകരിച്ചിരിക്കുന്ന ആ സ്ഥലത്തിന് നമ്മൾ എന്താ പറയാ? മാനിഫോൾഡ് അല്ലെ, കറക്റ്റ് ആണ് കേട്ടോ. ശരി, വരിക കറക്റ്റ് ആണ് കേട്ടോ, മാനിഫോൾഡ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്ന ഗ്യാസ് ഏതാണെന്ന് പറയാമോ? ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്ന ഗ്യാസ് ഏതാണെന്ന് പറഞ്ഞു. ലാഫിംഗ് ഗ്യാസ് തെറ്റിപ്പോയി, അയ്യോ തെറ്റിപ്പോയി, റീനയുടെ തെറ്റി. നൈട്രജൻ അല്ല, അതുള്ളൊരു സാധനമാണ്. എന്താണത്? നൈട്രസ് ഓക്സൈഡ്. അതന്നെ, നൈട്രസ് ഓക്സൈഡ് ആണ് കേട്ടോ. ഫരിത ശ്രദ്ധിക്കുക, നൈട്രസ് ഓക്സൈഡ് ആണ് കേട്ടോ, N2O കേട്ടോ, N2O, നൈട്രജൻ അല്ല കേട്ടോ, നൈട്രസ് ഓക്സൈഡ് ആണ് ലാഫിംഗ് ഗ്യാസ്. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ ഒരു കൺഫ്യൂഷൻ വന്നില്ലേ നിങ്ങൾക്ക്? ലാഫിംഗ് ഗ്യാസ്, അപ്പൊ ഓപ്ഷനകത്ത് നൈട്രജൻ ഉണ്ടാവും, നൈട്രസ് ഓക്സൈഡ് ഉണ്ടാവും. ഏതാണ് കറക്റ്റ് ഉത്തരം? നൈട്രസ് ഓക്സൈഡ്. മനസ്സിലായോ? ഇനി അടുത്ത നിങ്ങളോട് ചോദിക്കാണ്, ക്രയോജനിക് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസ് ഏതാണെന്ന് പറയാമോ? ക്രയോജനിക് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഗ്യാസ് ഏതാണെന്ന് പറഞ്ഞേ. മെഡിക്കൽ ഗ്യാസ് കറക്റ്റ്, നൈട്രജൻ. അതിര കറക്റ്റ് ആണ്. മറ്റാർക്കും കിട്ടിയില്ല? കറക്റ്റ് ആണ് അതിര കേട്ടോ, നൈട്രജൻ. ഓക്കെ, ഫരീദ പറയുന്നത് നൈട്രജൻ. ഷംസിയ ഓക്കെ, അവിഷ്ണ നൈട്രജൻ, നൈട്രജൻ ആണ് കേട്ടോ. ക്ലിയർ ആയല്ലോ? ഇൻസുഫ്ലേറ്റിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ് ഏതാണെന്ന് പറഞ്ഞേ. ഇൻസുഫ്ലേറ്റിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ് ഒന്ന് പറയാമോ? ഇൻസുഫ്ലേറ്റിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ് ഏതാണ്? യെസ് കറക്റ്റ്. അഫ്സ, ഷംസിയ, വിഷ്ണു കറക്റ്റ് ആണ് കേട്ടോ. രഞ്ജിത, രമ്യ, ആതിര, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലെ, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, ഇനി ഒരു പൈപ്പിംഗ് നെറ്റ്വർക്കില് പൈപ്പുകൾ നിർമ്മിക്കാനായിട്ട് നമ്മൾ ഏത് മെറ്റലാണ് ഉപയോഗിക്കുന്നത്? വിച്ച് മെറ്റൽ ഈസ് യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ് പൈപ്സ് ഇൻ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം? ഏതായിരിക്കും? കോപ്പർ അല്ലെ, കോപ്പർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കറക്റ്റ് ആണ്. Then which monitors the main gas line and source condition problems? Which monitors the main gas line and source condition problems? Yes, correct. Master analysis. That is master analysis. Okay, clear ആയല്ലോ? അടുത്തത്, which supply vacuum? Which supply vacuum? Vacuum supply ചെയ്യുന്നത് ആരാണ്? Which supply vacuum? Vacuum supply ചെയ്യുന്ന ആരാണ്? ഇൻലെറ്റ്. കറക്റ്റ് കേട്ടോ. വനക, അഭിഷ്ണ, ഷംസിയ, ഫരീദ കറക്റ്റ് ആണ്. ഇൻലെറ്റ്. ഓക്കെ, സാമ്യ, ജിസ്ന, ആതിര, റീന, ഫർസീൻ, ആര്യ കേട്ടോ, ഇൻലെറ്റ് ആണ്. Which supply medical gases? Which supply medical gases? Medical gases ഔട്ട്ലെറ്റ്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. എന്താണ് ഔട്ട്ലെറ്റ്? സപ്ലൈ എന്ന് കേൾക്കുമ്പോൾ ഉടനെ നിങ്ങൾ ഓർക്കണം, ഇൻലെറ്റ് ആണെങ്കിൽ ഔട്ട്ലെറ്റ്. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കണം, വാക്വം സപ്ലൈ ആണെങ്കിൽ ഇൻലെറ്റ് ആണ്, മെഡിക്കൽ ഗ്യാസ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ഔട്ട്ലെറ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് വേറൊരു കാര്യം ചോദിക്കാം. Which system is used to control the gas flow? Which system is used to control the gas flow? Correct. Valve.
ക്ലിയർ ആയോ? നിങ്ങൾക്ക് ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? ഇനി കുഴപ്പമില്ലല്ലോ. ഇനിയിപ്പോ നിങ്ങൾ വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ടെർമിനൽ യൂണിറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ? എൻഡ് പോയിന്റ് ആണ് കേട്ടോ. ടെർമിനൽ ക്ലിയർ ആണല്ലോ. അപ്പൊ ഇനി നിങ്ങൾ വായിക്കണം കേട്ടോ. വായിച്ചു നോക്കി അതുപോലെ നിങ്ങളോട് ചോദിക്കാം കേട്ടോ. ഫോൾ ഹൗസസ്, ഗ്യാസ് ഫ്ലോ മീറ്റർ, ഗേജസ്, ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? സെക്കൻഡറി എക്യുപ്മെന്റ്സിന് എക്സാമ്പിൾ ആണ് കേട്ടോ. സെക്കൻഡറി എക്യുപ്മെന്റ്സിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആണല്ലോ? ഇത്രയാണ് നമ്മുടെ ഈ പറയുന്ന സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞത്. ഇത് ക്ലിയർ ആണെങ്കിൽ ഇനിയുള്ളത് പഠിക്കാൻ എളുപ്പമാണ്. ഇനിയുള്ള ഭാഗങ്ങൾ വലിയ പ്രശ്നമില്ല. എളുപ്പമായിട്ട് നമുക്ക് പഠിച്ചു പോകാം. നിങ്ങൾ പഠിക്കുന്നത് മെഡിക്കൽ ഗ്യാസ് എന്താണെന്നും ആ മെഡിക്കൽ ഗ്യാസ് ഏതൊക്കെ മെഡിക്കൽ ഗ്യാസുകൾ ഉണ്ട്, അത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അത് അറിഞ്ഞിരിക്കണം കേട്ടോ. ഗ്യാസിൽ നിന്നൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം. പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. അതുപോലെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ കമ്പോണന്റുകൾ അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ നിങ്ങളോട് ചോദിക്കാം വാക്വം എന്ന് പറയുന്ന സാധാരണ ഏത് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് വാക്വം നമ്മൾ സപ്ലൈ ചെയ്യാറുള്ളത്? ഏതാണ്? 75 കിലോ പാസ്കൽ ആണ് കേട്ടോ. ആ ഒരു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ സാധാരണയായിട്ട് വാക്വം നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഇനിയുള്ള ഭാഗങ്ങൾ വലിയ പ്രശ്നമില്ല. സീസായിട്ട് വായിക്കാം കേട്ടോ. അപ്പൊ നമുക്കൊരു 2:30 ആകുമ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്ക് തരാം കേട്ടോ. 2:30ക്ക് ഒരു 5 മിനിറ്റ് നമുക്ക് എന്തെങ്കിലും അല്ലാത്ത എന്തെങ്കിലും നമുക്ക് സംസാരിക്കാം കേട്ടോ. കാരണം എനിക്ക് അടുപ്പിച്ചിരിക്കുമ്പോ ബോറടി വേണ്ട. പ്രത്യേകിച്ച് ന്യൂ ഇയർ ആണ്. ന്യൂ ഇയർ ഡേ ആണ്. ഞാൻ കയറി വന്ന് നിങ്ങൾക്ക് ബോറടിപ്പിച്ചു എന്നൊന്നും വിചാരിക്കണ്ട. അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കേട്ടോ. അതായത് ഈ പറയുന്ന സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ഈ പ്രയോജനങ്ങളെ പറ്റി പറയുമ്പോ അത് അതെ ആദരമില്ല അഡ്മിറ്റാണ് ഹോസ്പിറ്റലിൽ. പനിയാണ് ഇതിന്റെ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ രാത്രിയോടുകൂടി ഭയങ്കരമായിട്ട് ഫീവർ ഒക്കെ വന്നു. അപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. നാളെ അപ്പോഴേക്കും ഡിസ്ചാർജ് ആവുകയായിരിക്കും. പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുറച്ച് നാളുകളായിട്ട് ആൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നല്ല ഭയങ്കരമായിട്ട് ഫീവർ ഒക്കെ വന്ന് കൂടി ഡോക്ടർ കണ്ട് തിരിച്ചു വന്നതാണ് വീട്ടിലോട്ട്. പക്ഷെ രാത്രി ഇപ്പൊ വീണ്ടും ഭയങ്കര ക്ഷീണതയുടെ രീതിയിലുള്ള പനിയൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ പോകുന്ന അവർ അഡ്മിറ്റ് ചെയ്തു. അപ്പൊ അങ്ങനെയാണ് ഇത് പെട്ടെന്നാണ് ഇത് ഒക്കെ ആയിരിക്കും. നാളെ എനിക്ക് തോന്നുന്നു നാളെ ആയിരിക്കും ഡിസ്ചാർജ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ഈ പ്രയോജനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അത് ഓരോരുത്തർക്കുള്ള പ്രയോജനങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. പേഷ്യൻസിനുള്ള പ്രയോജനങ്ങള്, ഹോസ്പിറ്റലിൽ എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട്, പിന്നെ നിങ്ങളെ പോലുള്ള അഡ്മിനിസ്ട്രേറ്റർമാർക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട് എന്നത് അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്. ജസ്റ്റ് വായിച്ചു പറഞ്ഞാവുന്ന കാര്യങ്ങൾ. ഒന്ന് നോക്കാം. ഫോർ പേഷ്യൻസ് കേട്ടോ. അപ്പൊ നിങ്ങൾ നോക്കണം, നിങ്ങളോട് ചോദിക്കും താഴെ തന്നിരിക്കുന്നതിലും പേഷ്യൻസിനുള്ള അഡ്വാൻറ്റേജസ് ഏതാണെന്നോ അല്ലെങ്കിൽ ഹോസ്പിറ്റലില് ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്നും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്കുള്ള അഡ്വാൻറ്റേജ് എന്താണെന്നും തിരിച്ചറിയാൻ പറഞ്ഞാല് ഈ പോയിന്റുകൾ ക്ലിയർ ആയിരിക്കും. അപ്പൊ നോക്കാം. ഒന്നാമത്തെ പോയിന്റ് കേട്ടോ, ഫോർ പേഷ്യൻസിന്. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? there will be no disturbing site of oxygen cylinder at the ബെഡ് സൈഡ് ആണ് കേട്ടോ. ബെഡ് സൈഡ് എന്നാണ് കേട്ടോ. സൈഡ് എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. തെറ്റാണ്. സൈഡ് വെട്ടിയിട്ട് സൈഡ് എന്നാണ് കേട്ടോ. സൈഡ് ഈ സൈഡ് അതില്ലേ തിരുത്തിക്കോ കേട്ടോ. സെയിൽ അല്ല കേട്ടോ. സൈഡ് സൈഡ് ഈ സൈഡ്. ഓക്കെ ആണല്ലോ. there will be no disturbing site of oxygen cylinder at the bedside. അതായത് ഈ രോഗിയുടെ ബെഡ് സൈഡില് കിടക്കയുടെ അരികിലായിട്ട് നമ്മൾ ഈ ഓക്സിജൻ സിലിണ്ടർ ഒക്കെ കാണുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അത് ശരിയാണ്. നമ്മൾ അല്ലെങ്കിൽ തന്നെ ഹോസ്പിറ്റലിൽ പോയി കിടക്കുമ്പോൾ ആകെപ്പാടെ നമുക്ക് ടെൻഷനും വിഷമമൊക്കെയാണ്. പിന്നെ അവിടുത്തെ എക്യുപ്മെന്റ്സും അവിടുത്തെ ആ ഒരു സെറ്റപ്പ് ഒക്കെ കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നാറുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പേഷ്യൻസിനെ സംബന്ധിച്ച് അവർ കിടക്കുന്ന അവരുടെ ബെഡ് സൈഡിനകത്ത് ഈ ഒരു ഓക്സിജൻ സിലിണ്ടർ ഒക്കെ വെക്കുമ്പോഴുള്ള ആ ഒരു എന്താ പറയാ ഡിസ്റ്റർബിങ് സൈറ്റ് അത് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ നിന്നും അല്ല നമ്മൾ സിലിണ്ടർ വെക്കുന്നത് അല്ലെ. സിലിണ്ടർ എവിടെ വെക്കുന്നത്? നമ്മൾ മാനിഫോൾഡ് സിസ്റ്റത്തിന്. അത് നമ്മൾ കാണുന്നും കൂടെ ഇല്ല അല്ലെ. അതൊന്നും നമ്മൾ കാണാറേ ഇല്ല. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് സാധിക്കും.
അത് പേഷ്യൻസിന്റെ ഒരു കംഫർട്ട് സോണിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് പറയുന്നത്. There will be no disturbing sign of oxygen cylinder at the bedside. Okay. രണ്ടാമത്തെ പോയിന്റ് ഇതാണ് elimination of the annoying noise from the movement of cylinder in and around the hospital. അതാണ് പറയുന്നത്. അതായത് നമ്മൾ ഈ സിലിണ്ടർ മൂവ് ആശുപത്രിയിലും ഇതാണ് സിലിണ്ടർ ഇല്ലാതാക്കും. നമ്മുടെ ആശുപത്രിയിലും പരിസരത്തൊക്കെ ഈ സിലിണ്ടേഴ്സ് ഒക്കെ മൂവ് ചെയ്യുമ്പോഴുള്ള ആ ഒരു അനോയിങ് നോയ്സ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അത് പേഷ്യൻസിനെ സംബന്ധിച്ച് അവരുടെ കംഫർട്ടിന് വേണ്ടിയിട്ടാണ് അല്ലെ. അത്തരത്തിലുള്ള ശബ്ദങ്ങളൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ആ പോയിന്റ് കേട്ടോ. എലിമിനേഷൻ ഓഫ് ദ അനോയിങ് നോയ്സ് ഫ്രം ദ മൂവ്മെന്റ് ഓഫ് സിലിണ്ടർ ഇൻ ആൻഡ് അറൗണ്ട് ദ ഹോസ്പിറ്റൽ. തേർഡ് പോയിന്റ് ഇതാണ് പ്രൊട്ടക്ഷൻ ഓഫ് സ്റ്റെറൈൽ ഏരിയാസ് ഫ്രം കണ്ടാമിനേഷൻ ഡ്യൂ ടു ദ യൂസ് ആൻഡ് ദ മൂവ്മെന്റ്സ് ഓഫ് സിലിണ്ടേഴ്സ്. അതായത് ഈ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നതിന്റെ അത് മൂവ് ചെയ്യുമ്പോൾ സ്റ്റെറൈൽ ഏരിയാസ് സ്റ്റെറൈൽ ഏരിയാസ് പ്രത്യേകിച്ച് അണുവിമുക്തമായിട്ടുള്ള ഏരിയകളായിരിക്കും ഹോസ്പിറ്റലിൽ അല്ലെ. നമ്മൾ അവിടേക്ക് ഈ സിലിണ്ടറുകളൊക്കെ കൊണ്ട് ഉപയോഗിക്കൽ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റുന്ന സമയത്തൊക്കെ അവിടെ കണ്ടാമിനേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് സ്റ്റെറൈൽ ഏരിയാസ് അല്ലെ. ഈ പറയുന്ന അണുവിമുക്തമായിട്ടുള്ള ഏരിയകളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. എവിടെ നിന്ന്? ഫ്രം ദ കണ്ടാമിനേഷൻ ഡ്യൂ ടു ദ യൂസ് ആൻഡ് മൂവ്മെന്റ്സ് ഓഫ് സിലിണ്ടേഴ്സ്. സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന മൂവ് ചെയ്യുമ്പോഴുള്ള ആ ഒരു കണ്ടാമിനേഷൻ സ്റ്റെറൈൽ ഏരിയാസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഓക്കെ, അതൊരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. നാലാമത്തെ പോയിന്റ് ഇതാണ് കോൺസ്റ്റന്റ് ആൻഡ് ക്ലീൻ സപ്ലൈ അറ്റ് റിക്വയർഡ് ലൊക്കേഷൻ. ഇതാണ് കോൺസ്റ്റന്റ് ആൻഡ് ക്ലീൻ സപ്ലൈ അറ്റ് റിക്വയർഡ് ലൊക്കേഷൻ. നമുക്ക് ആവശ്യമായിട്ടുള്ള ലൊക്കേഷനിലോട്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ ഗ്യാസ് അത് കോൺസ്റ്റന്റ് ആയിട്ട് തുടർച്ചയായിട്ടും വളരെ എന്താ പറയാ വൃത്തിയായിട്ട് അല്ലെ ക്ലീൻ ആയിട്ട് നമുക്ക് ഗ്യാസുകൾ സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഉള്ളതുകൊണ്ടാണ് അല്ലെ വളരെ സേഫ് ആയിട്ടും നല്ല രീതിയിൽ നമുക്ക് ഈ ഗ്യാസ് സപ്ലൈ ഒക്കെ ഹോസ്പിറ്റലിൽ നടത്താനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ആലോചിച്ച് നോക്കി. അതാണ് പറയുന്നത്. അപ്പൊ പേഷ്യൻസിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്? ഒന്ന്, അവരുടെ ബെഡ് സൈഡിൽ ഓക്സിജൻ സിലിണ്ടറിലുള്ള ആ ഡിസ്റ്റർബിംഗ് സൈൻസ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. സിലിണ്ടറും ആശുപത്രി പരിസരത്തും ഈ പറയുന്ന സിലിണ്ടറുകൾ മൂവ് ചെയ്യുമ്പോഴുള്ള അനോയിങ് നോയ്സ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റെറൈൽ ഏരിയാസിനെ ഈ സിലിണ്ടറുകൾ മൂവ് ചെയ്യുമ്പോൾ ഉപയോഗം മൂലം ഉണ്ടാകുന്ന ഒരു കണ്ടാമിനേഷനിൽ നിന്നും സ്റ്റെറൈൽ ഏരിയാസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ ആവശ്യമുള്ള സ്ഥലത്തേക്ക് വളരെ തുടർച്ചയായിട്ടും വളരെ ക്ലീൻ ആയിട്ടും ഗ്യാസ് നമുക്ക് സപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കും. അതാണ് പേഷ്യൻസിന് അതിലൂടെ ലഭിക്കുന്ന അഡ്വാൻറ്റേജസ്. ഓക്കെ, 5 മിനിറ്റ് നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം കേട്ടോ.